ന്യൂസിലേക്ക് സ്വാഗതം. ന്യൂനപക്ഷ സംരക്ഷകരെന്ന് പറഞ്ഞ് വോട്ട് നേടി അധികാരത്തിലെത്തിയ ശേഷം ന്യൂനപക്ഷ വേട്ടയുടെ സംഘപരിവാർ മുഖം കാട്ടുകയാണ് സതീശൻ സർക്കാർ. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള സംഘപരിവാർ അജണ്ട അല്പം പോലും വെള്ളം ചേർക്കാതെ നടപ്പിലാക്കുന്നതും, മൗലൂദ് ചെല്ലുന്നതിനിടെ പള്ളിയിൽ കയറി അതിക്രമം നടത്താൻ പോലീസിനെ അഴിച്ചുവിട്ടതും, അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ PM3 കരാർ ഒരു ഉളുപ്പുമില്ലാതെ നടപ്പാക്കാൻ ഇറങ്ങിയതും, സർവകലാശാലകളിലാകെ കാവിക്കൊടിക്കാരെ കുത്തി നിറച്ചതും, RSSകാരനെ സർക്കാർ അഭിഭാഷകനായി നിയമിച്ചതും സംഘപരിവാർ സേവയല്ലാതെ മറ്റെന്താണ്? സംഘപരിവാറിൻ്റെ ഇഷ്ടങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുന്ന VD സതീശന് എല്ലാ പിന്തുണയും നൽകുന്ന ലീഗിൻ്റെ ലജ്ജയില്ലായ്മയും നഗ്നമായ സംഘപരിവാർ സേവ തന്നെയല്ലേ? സംഘപരിവാറിൻ്റെ മുസ്ലിം വിരുദ്ധതയ്ക്ക് ആക്കം കൂട്ടുന്ന പോലീസ് അതിക്രമമാണ് മാടാക്കര ജുമാ മസ്ജിദിൽ നടന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. ആരാധനാലയങ്ങളിൽ പോലീസ് നായാട്ട് നടത്തുന്ന UDF ഭരണകാലം തിരിച്ചു വന്നിരിക്കുന്നതിൽ എല്ലാ വർഗീയതകളും ആഹ്ലാദിക്കുകയാണ്. RSS ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്നതിന് സമാനമായി മുസ്ലിം ലീഗും പള്ളികൾ പിടിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ പരിണതിയാണ് മാടാക്കരയിലെ പോലീസ് അതിക്രമം. അധികാരത്തിന് വേണ്ടി ആരെയും ഒറ്റിക്കൊടുക്കുന്ന സതീശൻ ലീഗ് കൂട്ടുകെട്ട് ആപത്കരമാണെന്ന് സമസ്ത പോലുള്ള സംഘടനകൾ തിരിച്ചറിയുന്നുണ്ട്. വാഹന മോഡിഫിക്കേഷൻ്റെ പേരിൽ ഷൗക്കത്ത് എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും ഇതേ ചതിമുഖമാണ്. ഇടതുപക്ഷത്തെ നേരിടാൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് വടകരയിൽ നടന്ന ഒളിസേവ ഇപ്പോഴും തുടരുകയാണ്. കോൺഗ്രസും ലീഗും നടത്തുന്ന സംഘപരിവാർ സേവയിൽ ചതിക്കപ്പെടുന്നത് തങ്ങളാണെന്ന് മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ന്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് വക്താവ് P റംഷാദ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവരാണ്. സ്വാഗതം ചർച്ചയിലേക്ക് മൂന്ന് പേർക്കും. റംഷാദിനും നമുക്കും എല്ലാം അറിയുന്നത് പോലെ ചൊവ്വാഴ്ച മാടാക്കര പള്ളിയിൽ നടന്ന പോലീസ് അതിക്രമം, സുജൂദ് ചെയ്യുന്നതിനിടെ, മൗലൂദ് പാരായണത്തിനിടെ മിഹ്റാബിൻ്റെ മുൻപിൽ നിന്ന് അവിടെ പോലീസ് ബൂട്ടിട്ട് കയറുകയാണ്. നമുക്കറിയാം ആ ആരാധനാലയത്തിൽ എത്ര പവിത്രമാണ് ഈ പറയുന്ന ഇടങ്ങളെന്ന് വളരെ കൃത്യമായി റംഷാദിനും നമുക്കുമൊക്കെ അറിയുകയും ചെയ്യാം. എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥരെ മാത്രം സ്ഥലം മാറ്റിക്കൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ കോൺഗ്രസ് സർക്കാരിന്, VD സതീശൻ സർക്കാരിന് കഴിയുന്നത്? എങ്ങനെയാണ് UDF ഭരണത്തിലെത്തുമ്പോൾ ഈ ആരാധനാലയങ്ങളിൽ പോലീസ് അതിക്രമം നിർബാധം തുടരുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഘവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത്, ആ സർക്കാർ ഒന്നടങ്കം സംഘവൽക്കരിക്കപ്പെട്ടു എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ടെങ്കിൽ പോലും വിശിഷ്ട ഏറ്റവും കൂടുതൽ അത് സംഘപരിവാറിൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയത് യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പാണ്. അതിൻ്റെ പ്രതിഫലനം വാസ്തവത്തിൽ കേരളത്തിൽ എപ്പോഴും കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ നിരന്തരമായിട്ട് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം സംഘപരിവാറിൻ്റെ ആലയിൽ കെട്ടിയ ആഭ്യന്തര വകുപ്പിനെ ജനങ്ങൾ നൽകിയ 5 വർഷത്തെ മാൻഡേറ്ററിയുടെ ആദ്യത്തെ 100 ദിവസം പിന്നിടുമ്പോൾ തന്നെ ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ ഒരു വകുപ്പാക്കി കേരളം ഇന്ന് നേരിടുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഓപ്പറേഷൻ തൂഫാനിലൂടെ നടത്തി ശ്രീ രമേശ് ചെന്നിത്തല ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ ഒരു വകുപ്പാക്കിയിട്ട് കേരളത്തിലെ പോലീസ് സേനയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ജാമ്യത്തിലിറങ്ങിയ ഒരു CPM പ്രതി, CPMന്റെ മുൻ കൗൺസിലർ ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഓണസദ്യ കൊടുത്തു ഊഞ്ഞാലാട്ടിയ പ്രശാന്ത് പോലെയുള്ള പോലീസുകാരെ നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം, ഞാൻ ആ സംഭവത്തിൽ 2 അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പോലീസ് അവിടെ ബൂട്ടിട്ട് കയറി വിശുദ്ധമായ ആരാധനാലയത്തിലേക്ക് എന്ന് പറയുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമുണ്ട്, അത് സമഗ്രമായിട്ട് അന്വേഷിക്കുന്നുമുണ്ട്. UDFന്റെ കോൺഗ്രസിന്റെയും ഒക്കെ രാഷ്ട്രീയ അഭിപ്രായം അത് അന്വേഷിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ അവിടെ ഒന്നാമത്തെ പ്രതികൾ ആരാണ്? നമുക്കറിയാം, ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് അത് ഇസ്ലാം പള്ളികളാവട്ടെ, ക്രൈസ്തവ ആരാധനാലയങ്ങളാവട്ടെ, അല്ലെങ്കിൽ അമ്പലങ്ങളാവട്ടെ, ക്ഷേത്രങ്ങളാവട്ടെ, അതൊക്കെ പരിശുദ്ധമായ ഇടങ്ങളായിട്ട് വിശ്വാസികൾ കാണുന്ന ഒരു സ്ഥലമാണ്. അവിടെ യഥാർത്ഥത്തിൽ വടകരയിൽ സംഭവിച്ചത്, ആ പള്ളിക്കകത്തിരുന്നു കൊണ്ട് ഏറ്റവും ഔചിത്യപൂർവ്വം അല്ലെങ്കിൽ ഏറ്റവും മാന്യമായിട്ട് പെരുമാറേണ്ട അള്ളാഹുവിൻ്റെ ഭവനമെന്ന് ഇസ്ലാം വിശ്വാസികൾ വിശ്വസിക്കുന്ന ഒരിടത്ത് തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ആ വിശ്വാസികൾക്കിടയിൽ നമ്മൾ കണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കൂ, അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് പോലീസ് പള്ളിക്ക് പുറത്ത് ഒന്നും ചെയ്യാതെ നിഷ്ക്രിയമായിട്ട് നോക്കി നിന്ന് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ഇതാകുമായിരുന്നു?
അല്ലല്ലോ. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അഭിപ്രായം അങ്ങനെ ആവില്ലായിരുന്നല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നത് എവിടെയാണെങ്കിലും, അത് ആരാധനാലയങ്ങളാവട്ടെ. റംഷാദ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ റംഷാദ് പറഞ്ഞതിലെ രണ്ട് കാര്യങ്ങൾ, ആദ്യം പറഞ്ഞത് കഴിഞ്ഞ 10 വർഷത്തെ കാലത്തെ കാര്യമാണ് റംഷാദ് പറഞ്ഞത്. 10 വർഷക്കാലം കേരളം ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. ഒരു ആരാധനാലയത്തിലും ഒരു പോലീസിന് അതിക്രമം നടത്താൻ അവസരമുണ്ടായിരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് റംഷാദ് പറഞ്ഞ ഏറ്റവും അപകടകരമായ വിഷയമാണ്, ഇത്തരത്തിലുള്ളൊരു വിഷയം ഉണ്ടാകുമ്പോൾ അങ്ങനെ പവിത്രമായ ഒരു ആരാധനാലയം, ഇസ്ലാമിക വിശ്വാസികളുടെ ഏറ്റവും ആ ദിവസം നബിയുടെ വചനങ്ങൾ ആലപിക്കുന്ന ആ ദിവസം അവിടെ എത്തി, അതായത് വിശ്വാസികൾ പോലും അവിടെ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ബൂട്ടിട്ട് കയറാറില്ല. അങ്ങനെ പോലീസിനെ കയറി അങ്ങ് ചെയ്തോളാം, ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ചെയ്തോളാമെന്നാണ് റംഷാദ് പറഞ്ഞത്. രണ്ടാമത്തെ പ്രശ്നം, അവിടെ ആരാണ് വിഷയമുണ്ടാക്കിയത്? ആ വിഷയമുണ്ടാക്കിയത് ലീഗാണ്. ലീഗ്, മുസ്ലിം ലീഗ് 90% അവിടുത്തെ ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട, ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം, ആ പള്ളിയുടെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ലീഗ് നടത്തിയ ഇടപെടലുകൾ, അവിടെയാണ് റംഷാദ് വളരെ ലാഘവത്തോട് വളരെ നിസ്സാരമായി പറയുകയാണ്. അത് റംഷാദ് നിസ്സാരമായിരിക്കാം, പക്ഷേ ഇസ്ലാമിക സമുദായത്തിലെ ഇസ്ലാമിക വിശ്വാസികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് നടന്ന കാര്യങ്ങൾ. ബൂട്ടിട്ട് സുജൂദ് ചെയ്യുന്നിടത്ത് നിൽക്കുകയാണ്, പോലീസ് അവിടെ അതിക്രമം നടത്തുകയാണ്. അതിനെ എങ്ങനെയാണ് കോൺഗ്രസിന് ഇത്ര നിസ്സാരകരിക്കാൻ കഴിയുന്നത് റംഷാദ്? വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സമരം നടത്തിയ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ പോലീസ് ചെന്ന് ലാത്തി പ്രയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ കഴിഞ്ഞ ഭരണകാലത്ത്? എറണാകുളത്ത് സഭാതർക്കമുണ്ടായ സമയത്ത് അതിൽ ഒരു വിമത വിഭാഗമായ മതമേലധ്യക്ഷന്മാരെ പോയി ലാത്തി ചാർജ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് പോലീസിന്റെ അത്തരത്തിലുള്ള സമീപനങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ധാരാളം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെയൊന്നും ആ സംഘപരിവാറിന്റെ ആലയിൽ കെട്ടുന്ന രീതിയിലുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ ഞങ്ങൾ ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഒരു ക്രമസമാധാന പ്രശ്നം നാട്ടിലുണ്ടാകുമ്പോൾ, അത് ആരാധനാലയമാവട്ടെ, സ്കൂൾ ആവട്ടെ, കോളേജ് ആവട്ടെ, അല്ലെങ്കിൽ പോലീസിന് നിയമപരമായി കയറാൻ അനുമതി വേണ്ട റംഷാദിന്റെ പോയിന്റ് വളരെ വ്യക്തമാണ്. പോലീസിന് എവിടെയും കയറാം, ആരെയും ആക്രമിക്കാം, ഏത് പള്ളിയിലും കയറാം, ഏത് മഖബറയിലും പോകാം, എന്തും ചെയ്യാം. ഞാൻ പറയട്ടെ പിന്നെ പള്ളിയിൽ കയറി അവിടെ ലീഗുകാരാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? പള്ളിയിൽ തർക്കമുണ്ടാകുന്നത് വിശ്വാസികളാണ്. ആ വിശ്വാസികളിൽ ലീഗ് ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും, CPM ഉണ്ടാവും, അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പെടുന്ന ആളുകൾ ഉണ്ടാവും. അതിന് നിങ്ങൾ എങ്ങനെ ലീഗ് വൽക്കരിക്കുന്നത്? അല്ല, നേരത്തെ റംഷാദ് ഉന്നയിച്ച ആരോപണങ്ങളുണ്ടല്ലോ കഴിഞ്ഞ 10 വർഷത്തെ കാലത്തെക്കുറിച്ച്, അന്നത്തെ ഭരണം, അന്നത്തെ പാർട്ടി CPM. ഇപ്പോൾ CPM പ്രതിനിധി KT കുഞ്ഞിക്കണ്ണൻ കൂടി നമുക്ക് ചേരുകയാണ്. അദ്ദേഹം കോഴിക്കോടുകാരനാണ്, വടകരക്കാരൻ കൂടിയാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അദ്ദേഹം പറഞ്ഞ്, റംഷാദ് പറഞ്ഞ് കഴിഞ്ഞ 10 വർഷക്കാലം കണ്ടതാണ്, സംഘവൽക്കരിക്കപ്പെടുക ശ്രമം നടത്തിയാണ് ഈ LDF സർക്കാർ. ഈ ശിവഗിരി മുതൽ മാടാക്കര വരെ നമ്മൾ കണ്ടതാണ്. ആ ശിവഗിരിയിലും മാടാക്കരയിലുമൊക്കെ ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് എല്ലാ കൊള്ളരുതായ്മകളും നടത്തുമ്പോൾ അവിടെ ആ സമയങ്ങളിൽ ഭരണത്തിലിരിക്കുന്നത് UDF ആണ്. ഇവിടെ ഇപ്പോൾ റംഷാദ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ലീഗ് അവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്കെങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളത്. ലീഗിൻ്റെ ഇടപെടൽ, കുറ്റ്യാടി MLA ഇടപെടലൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. എങ്ങനെയാണ് ഈ കോൺഗ്രസും ലീഗും ഈ സമുദായത്തെ, മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്? CKT, അത് റംഷാദിന് അറിയാത്ത കാര്യമല്ലല്ലോ. റംഷാദിന് അറിയാമല്ലോ അവിടെ എന്താണ് സംഭവിച്ചത്. മാടാക്കര മഹല്ല് കമ്മിറ്റി എന്ന് പറയുന്നത് 1000ഓളം മുസ്ലിം മതവിശ്വാസികളുടെ വീടുകൾ ഉൾക്കൊള്ളുന്നതാണ്. എന്ന് പറഞ്ഞാൽ വളരെ വിസ്തൃതവും വിപുലവുമായ ഒരു മഹല്ല് കമ്മിറ്റിയാണ്. ആ മഹൽ കമ്മിറ്റി കഴിഞ്ഞ 10-17 വർഷക്കാലമായി ഭരണം കൈയാളിയിരുന്നത് ഇപ്പോൾ കുഴപ്പമുണ്ടാക്കിയ മുസ്ലിം ലീഗിൻ്റെ പാറക്കൽ അബ്ദുള്ളയുടെ പിന്തുണയുള്ള ഒരു ഹൂളിഗാൻ സംഘമാണ്. റംഷാദ് മനസ്സിലാക്കിക്കോ, ഒരു ഹൂളിഗാൻ സംഘമാണ്. ആ ഹൂളിഗാൻ സംഘം ആ പള്ളിയിൽ നിയമാനുസൃതമായി തിരഞ്ഞെടുക്കപ്പെട്ട പള്ളി കമ്മിറ്റിയെ, മഹല്ല് കമ്മിറ്റിയെ അനുസരിക്കാൻ തയ്യാറില്ല. അവർ നിയമിച്ച ഖത്തീബിനെ, അദ്ദേഹത്തെ ആ പൗരോഹിത്യ കർമ്മങ്ങൾ നടത്തുന്നത് അനുവദിക്കാൻ തയ്യാറില്ല. നിരന്തരമായി അവിടെ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുക. എന്തിനാണ് അവർ കുഴപ്പമുണ്ടാക്കുന്നത്? നമ്മളിപ്പോൾ അയോധ്യയൊക്കെ ചർച്ച ചെയ്യാണല്ലോ, ക്ഷേത്രക്കൊള്ളയെക്കുറിച്ച് ചർച്ച ചെയ്യാണല്ലോ, ചമ്പത് റായിയെ പോലെയുള്ള ക്ഷേത്രക്കൊള്ളക്കാരായ വിശ്വ ഹിന്ദു പരിഷത്തുകാരെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണല്ലോ. മാടാക്കര പള്ളിയിലെ വരുമാനം, അവിടെ വർഷത്തിൽ സ്വലാത്ത് നടത്തുന്നുണ്ട്, വലിയ സ്വർണവും പണവും ഒക്കെ വിശ്വാസികൾ അവിടെ നേർച്ചയായി നൽകുന്നുണ്ട്. ഈ പണമൊക്കെ 17 വർഷക്കാലമായി കൈകാര്യം ചെയ്ത ആളുകൾ പള്ളി കമ്മിറ്റിയുടെ കണക്കുകളിൽ തന്നെ
2.5 കോടിയോളം രൂപ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ല. ആ കണക്ക് വെക്കണമെന്നാണ് പുതിയ കമ്മിറ്റിക്കാർ ആവശ്യപ്പെടുന്നത്. റംഷാദ് ഒരു കാരണവരാലും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, ഇത് CPM-കാരല്ല പുതിയ കമ്മിറ്റിക്കാർ, മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിഭാഗമാണ്. നേരത്തെയുള്ള ആളുകളും മുസ്ലിം ലീഗുകാർ തന്നെയാണ്. പക്ഷെ നേരത്തെയുള്ള കമ്മിറ്റിക്കാർ ഈ അഴിമതി നടത്തിയ മഹല്ല് കമ്മിറ്റിയുടെ പണം വെട്ടിച്ച ആളുകൾ എന്ന് പറയുന്നത് പാറക്കൽ അബ്ദുള്ള എന്ന UDF MLA-യുടെ സമ്പൂർണ്ണ പിന്തുണയുള്ള ആളാണ്. പിന്തുണ മാത്രമല്ല, ഇവിടെ ഈ കുഴപ്പത്തിന് പിറകിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഖത്തറിൽ പാറക്കൽ അബ്ദുള്ളയുടെ ഒരു സ്ഥാപനത്തിൻ്റെ നോക്കി നടത്തിപ്പുകാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തെറ്റാണെങ്കിൽ ഞാൻ പിൻവലിക്കാം, ഞാൻ മാപ്പ് പറയാം. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാടാക്കരയിൽ നിന്ന് അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരും അയൽക്കാരുമായ ആളുകൾ എനിക്ക് നൽകിയിട്ടുള്ള വിവരം ഇദ്ദേഹം പാറക്കൽ അബ്ദുള്ളയുടെ ഒരു മാനേജറാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അതേപോലെ തന്നെ നേരത്തെയുള്ള പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി മിസ്റ്റർ അഷ്റഫ്, ആ അഷ്റഫ് ആരാ? മുസ്ലിം ലീഗിൻ്റെ സജീവ നേതാവാണ്, സജീവ പ്രവർത്തകനാണ് ആ പ്രദേശത്തെ. ഇവരെല്ലാം പാറക്കൽ അബ്ദുള്ളയുടെ നോമിനികളാണ്. അവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നടത്തിയ അധാർമികമായ ഒരാത്മീയ സ്ഥാപനത്തിൻ്റെ സർവ്വമൂല്യങ്ങൾക്കും ആദർശങ്ങൾക്കും വിരുദ്ധമായ ധനാപഹരണത്തെ, വഴിവിട്ടുള്ള പണം തട്ടിപ്പിനെ, ഇതിനൊക്കെ എതിരായിട്ട് എതിർത്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ കമ്മിറ്റി നിലവിൽ വന്നത്. വിശ്വാസികൾ അവരെ പുറന്തള്ളി ഇവരെ തെരഞ്ഞെടുത്തത്. അങ്ങനെ നിയമാനുസൃതമായി വഖഫിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു മഹല്ല്, ആ മഹല്ല് കമ്മിറ്റിയെ തങ്ങൾ അനുസരിക്കില്ല. ആ മഹല്ല് കമ്മിറ്റി നിയോഗിച്ച ഖത്തീബിനെ ഞങ്ങൾ പൗരോഹിത്യ കർമ്മങ്ങൾ നടത്താൻ അനുവദിക്കില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ സംഘം കുഴപ്പമുണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നബിദിന ആഘോഷങ്ങൾ അവിടെ വലിയ രീതിയിൽ അലങ്കോലപ്പെടുത്താനുള്ള ആസൂത്രണം, ഗൂഢാലോചനപരമായ നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതിനേക്കാണ് പോലീസിന് മുമ്പിൽ പരാതി പോകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോഴുള്ള കമ്മിറ്റിക്കാരാ പരാതി കൊടുത്തു. അവരിന്ന് വടകരയിൽ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ആദ്യ സംവേദനപൂർവ്വം കാര്യങ്ങൾ പരിശോധിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അവിടെ വലിയ അലങ്കോലം സൃഷ്ടിച്ച് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഈ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് രക്ഷപ്പെടണം, അവിടുത്തെ നേരത്തെയുള്ള കമ്മിറ്റിക്കാർക്ക് രക്ഷപ്പെടണം. അതിനുവേണ്ടി എന്താണ് അവിടുത്തെ SHO ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യം സമവായത്തിൽ വളരെ സമാധാനപരമായി പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് പുറത്തുള്ള ഒരു സംഘം പോലീസുകാർ ബൂട്ടിട്ട കാലുകളുമായി നിസ്കാരപ്പായിലൂടെ പാഞ്ഞു കയറിയത്. ഇതിനെ റംഷാദ് ന്യായീകരിക്കുകയാണോ? ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് കേരളത്തിലൊരു പള്ളിയിലും കയറിയിട്ടില്ല. ഈ അടുത്ത് സംസാരിക്കുന്ന എൻ്റെ സുഹൃത്ത് സജീവനുണ്ടല്ലോ, അദ്ദേഹം കോഴിക്കോട്ടെ മുതിർന്ന മാധ്യമ പ്രവർത്തനാണ്. കഴിഞ്ഞ ഒരു 10, 40, 50 വർഷക്കാലമായി കോഴിക്കോട്ടെ അല്ലെങ്കിൽ മലബാറിലെ എല്ലാ രാഷ്ട്രീയ സംഭവങ്ങൾക്കും ഒപ്പം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്കും സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലക്കും സഞ്ചരിക്കുന്ന ആളാണ് സജീവൻ അറിയാമല്ലോ. UDF ഭരിക്കുന്ന കാലത്തല്ലേ ഇവിടെ തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയോട് തൊട്ട് കിടക്കുന്ന പള്ളിക്കൽ ബസാർ പള്ളിയിൽ തർക്കമുണ്ടാക്കിയത്. ആ തർക്കത്തിൻ്റെ പേരിൽ അവിടെ എന്തെല്ലാം അസ്വസ്ഥകരമായ സംഭവങ്ങളുണ്ടായി. അതിന് ഉത്തരവാദികളായിരുന്നു മുസ്ലിം ലീഗുകാരല്ലേ? ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ രമ്യതയിലെത്തിയില്ലേ? എന്തുകൊണ്ടാണ് രമ്യതയിലെത്തിയത്? ഇടതുപക്ഷം ഇത്തരം വിഷയങ്ങളിൽ മതപരമായ, വിശ്വാസപരമായ, ആരാധനപരമായ കാര്യങ്ങളിൽ പോലീസിനെ ഉപയോഗിച്ചല്ല പരിഹരിക്കേണ്ടത്. അതിന് രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ട്. പള്ളികളുടെ കാര്യമാണെങ്കിൽ, മഹല്ല് കമ്മിറ്റികളുടെ കാര്യമാണെങ്കിൽ അത് പരിഹരിക്കാൻ ആ വഖഫ് ബോർഡിൽ ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നൊരു പ്രശ്നത്തെ അതുമായി ബന്ധപ്പെട്ട ആലോചനകൾക്കും അതിൻ്റെ ട്രിബ്യൂണൽ യോഗങ്ങൾക്കും കൃത്യമായി പങ്കെടുക്കാതെ അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ഒരു ആരാധനാലയത്തിൻ്റെ 1000-ഓളം വരുന്ന വീടുകൾ ഉൾക്കൊള്ളുന്ന ഒരു മഹല്ല് കമ്മിറ്റിയുടെ വളരെ വിശുദ്ധമായ ഒരു ആരാധനാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട നബിദിനാചരണത്തെ വലിയ രീതിയിൽ തടസ്സപ്പെടുത്തുക. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വോയിസ് ക്ലിപ്പുകളുണ്ടല്ലോ, റംഷാദും അത് കേട്ടിരിക്കുമല്ലോ. അതിലെന്താണ് പറയുന്നത്? അവിടുത്തുകാരല്ല, പുറത്തുള്ള ആളുകളെ കൂട്ടണം പള്ളിയിലേക്ക്. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റിയുടെ നീക്കങ്ങളെ തടയാൻ എന്ന് പറഞ്ഞാൽ ആ നീക്കങ്ങൾ എന്താണ്? നബിദിനവുമായി ബന്ധപ്പെട്ട് അവിടെ പൗരോഹിത്യപരമായ കർമ്മങ്ങൾ നടത്താൻ ഈ ഖത്തീബിനെ ഞങ്ങൾ അനുവദിക്കില്ല. വാശി പിടിക്കുകയാണിവർ. ഈ വാശിയാണ്, ഈ വഴിവിട്ട പ്രവർത്തനമാണ് അവിടുത്തെ ഇപ്പോഴത്തെ കുഴപ്പങ്ങൾക്ക് കാരണമായത്. ആ കുഴപ്പങ്ങൾക്ക് ആ അർത്ഥത്തിൽ തന്നെ മറുപടി പറഞ്ഞു പോകണം. നിങ്ങൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വിഴിഞ്ഞത്തിൽ അതിചാർജുണ്ടായിട്ടുണ്ട്, കുഴപ്പമുണ്ടാക്കിയ പള്ളി, അതൊന്നും ആരാധനാലയങ്ങൾക്കകത്ത് കയറിയിട്ടില്ല റംഷാദേ. കാര്യങ്ങൾ അതിൻ്റെ വസ്തുനിഷ്ഠതയും അതിൻ്റെ നിജസ്ഥിതികൾ മനസ്സിലാക്കുക. നമ്മളാരും എന്താണ്, ഞങ്ങൾ ആളുകളല്ല ആ പള്ളി കമ്മിറ്റിക്കാർ. ഇപ്പോൾ ഉള്ള കമ്മിറ്റിക്കാരും ലീഗുകാരാണ്, നേരത്തെയുള്ള കമ്മിറ്റിക്കാരും ലീഗുകാരാണ്. പക്ഷേ നേരത്തെയുള്ള കമ്മിറ്റിക്കാർ ഉന്നതരുടെ പിൻബലമുള്ള ഒരു മാഫിയ സംഘം പോലെയാണ് ആ പള്ളിയിൽ പ്രവർത്തിച്ചത്. അയോധ്യയിലെ പണം കെട്ട ചമ്പത് റായിയുടെ രീതിയിലാണ് അവർ പ്രവർത്തിച്ചത്. അപ്പോൾ വിശ്വാസത്തെ, ആരാധനാലയങ്ങളെ നിക്ഷിപ്ത കക്ഷികൾക്ക് പണം ഉണ്ടാക്കാനുള്ള ഇടമാക്കി വിടണമോ?
ഇത്തരം വാണിജ്യ താല്പര്യക്കാരെ, ഇത്തരം ധനമോഹികളെ ആരാധനാലയങ്ങൾ ഏൽപ്പിക്കണമോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ കേരളത്തിൽ റംഷാദിന് ഇപ്പോൾ എന്താണ്, പഠിച്ചതേ പാടൂ എന്ന് പറയും. അതുപോലെ എന്താണ്, 10 വർഷക്കാലം സംഘീ ഭരണമായിരുന്നു ഇവിടെ. സംഘികളെ ഒരു രംഗത്തും അടുപ്പിക്കാത്ത, സംഘികളുടെ കാവ്യവൽക്കരണം ഉൾപ്പെടെയുള്ള അജണ്ടകളെ കൃത്യമായ ബദൽ നയങ്ങൾ വെച്ച് പ്രതിരോധിച്ച ഒരു വിദ്യാഭ്യാസ മേഖലയും സാമൂഹിക ജീവിതവുമാണ് കേരളത്തിലുള്ളത്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ നറേഷൻ നിങ്ങൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. PMC അറബിക്കള്ളം എറിയുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പാവപ്പെട്ട ആളുകൾ പിണറായി വിജയൻ PMC നടപ്പാക്കുക, ഇത് ഷാജിയും റംഷാദിൻ്റെ പാർട്ടിക്കാരും ഒക്കെ അധികാരത്തിൽ വന്നാൽ ഇതിൽ നിന്ന് പിന്മാറും, കാവ്യവൽക്കരണം അവസാനിപ്പിക്കും എന്ന് ചിന്തിച്ചു. ഇപ്പോഴെന്താ റംഷാദെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. നിങ്ങൾ ഈ പ്രൊഫഷണലുകളെ വെച്ച് ഈ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും നടത്തിയ അപവാദ പ്രചരണങ്ങൾ, അത് ഇടതുപക്ഷത്തിനെതിരായിട്ട്, ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, ഇടതുപക്ഷം സംഘപരിവാർ അജണ്ടയിലാണ് പ്രവർത്തിക്കുന്നതെന്ന ഒരു നറേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ കാലത്തും അത് നടക്കില്ല റംഷാദെ. അതിനെയൊക്കെ പ്രതിരോധിച്ച് സ്വന്തം അനുഭവങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിവ് നേടും എന്ന് റംഷാദിനെ പോലുള്ള ശരി KT നേരത്തെ പറഞ്ഞ പോലെ തന്നെ സജീവൻ, അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഒരുപക്ഷെ ഈ കോഴിക്കോടിൻ്റെ കാര്യം മാത്രമല്ല, കേരളത്തിലെ ഈ സംഘടനകൾ, വർഗീയ സംഘടനകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ആരാധനാലയങ്ങളിൽ പോലീസ് കയറുന്നതിനെക്കുറിച്ച് കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് CA സജീവൻ. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മാടാക്കര പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ വിഷയത്തിൽ, ചെറിയ വിഷയമല്ല, ആ വിഷയത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ വളരെ കൃത്യമായി തന്നെ RSS എങ്ങനെയാണോ ആരാധനാലയങ്ങളിൽ കയറുന്നതും ശ്രീകൃഷ്ണ ജയന്തി പോലെയുള്ള ആഘോഷങ്ങൾ എങ്ങനെയാണ് അവരുടേതാക്കി മാറ്റുന്നതും അതുപോലെ ഒരു രീതി മുസ്ലിം ലീഗ്, ഇസ്ലാമിക മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാം അപ്പോസ്റ്റൽമാരായി നിന്നുകൊണ്ട്, മൊത്തക്കച്ചവടക്കാരായി നിന്നുകൊണ്ട് ഈ ആരാധനാലയങ്ങളിൽ കയറുകയും അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത്, അതായത് എന്താണോ സംഘപരിവാർ നടപ്പിലാക്കുന്നത് അത് മുസ്ലിം ലീഗ് ആ പാത സ്വീകരിക്കുന്നു. ഇതാണ് ഏറ്റവും അപകടകരമായ ഒരു വസ്തുത. മാടാക്കര അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം. അങ്ങനെ തന്നെയല്ലേ നമുക്ക് വിലയിരുത്തേണ്ടത്? താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ മാടാക്കരയിൽ നിന്ന് തുടങ്ങാം. മാടാക്കരയിൽ ഇപ്പോൾ റംഷാദ് ഇവിടെ പറഞ്ഞൊരു കാര്യം, അനിവാര്യമായ ഘട്ടത്തിൽ ആളുകൾ തമ്മിൽ തല്ലിയിട്ട് പരസ്പരം ഭീകരമായൊരവസ്ഥ ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയാണ് പോലീസ് അവിടെ കയറിയിട്ടുള്ളത് എന്നാണ്. ഈ വേണ്ടിയാണ് തർക്കം എന്നാണല്ലോ ആദ്യം നോക്കേണ്ടത്. അവിടെ നബിദിനത്തില് പ്രവാചക പ്രകീർത്തനങ്ങൾ നടക്കേണ്ട ഘട്ടത്തിൽ അത് മൗലീദ് പാരായണം നടത്തുന്ന ഖത്തീബ്, അപ്പൊ അങ്ങനെ അതിനെ കുറിച്ചാണ് തർക്കം. നമുക്കൊരാള് പറ്റില്ല, ഇന്ന ആള് എന്താണ് മൗലീദിന് നേതൃത്വം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അയോഗ്യത വേണം. അദ്ദേഹത്തിന് കൊള്ളരുതാത്ത ആളാവണം, അദ്ദേഹം സാമൂഹ്യ ദ്രോഹി ആവണം, അദ്ദേഹത്തിന് മതപരമായിട്ടുള്ള പാണ്ഡിത്യം ഒന്നും ഇല്ലാതാവണം. അത്തരം കാര്യങ്ങളാണോ പ്രശ്നം? അതാണല്ലോ നോക്കേണ്ടത്. ഇദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ക്വാളിറ്റി, അദ്ദേഹത്തിന് മതപരമായിട്ടുള്ള പാണ്ഡിത്യം, അദ്ദേഹത്തിന് ഈ ഖത്തീബായി നിൽക്കാനുള്ള അവകാശം, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അത്തരം ഒരു കാര്യമൊന്നുമില്ലല്ലോ. അതിനെക്കുറിച്ച് പറഞ്ഞല്ല തർക്കം നടക്കുന്ന മറ്റു കാര്യങ്ങളാണ്. ഇന്ന ആൾ, നിങ്ങൾ വെച്ച ആള് വേണ്ട മൗലീദ് പാരായണത്തിന് നേതൃത്വം കൊടുക്കാൻ എന്ന് പറയുമ്പോൾ അതിന്റെ പേര് അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രത്യേകിച്ച് ആ ദിവസം, അതായത് നബിദിനത്തിൽ വളരെ കൃത്യമായിട്ടും പ്രവാചകനോടുള്ള ആദരവ്, ആ ആദരവ് കാണിക്കേണ്ട ദിവസമാണ്. ആ ദിവസം മാറ്റിവെച്ചുകൊണ്ട് പിന്നീട് തർക്കിച്ചോട്ടെ, പ്രശ്നമില്ല. ഇതൊരു പ്രത്യേകമായിട്ടുള്ള രീതിയിലുള്ള മതപരമായ ചടങ്ങ് നടക്കുന്നതിനിടയിലാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അത് ഉണ്ടാക്കിയത് ആര് എന്നൊരു ചോദ്യമുണ്ട്. അത് ഉണ്ടാക്കിയത് ആര് എന്ന് പറഞ്ഞ ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം ആദ്യം കണ്ടെത്തേണ്ടത്. അത് തീർച്ചയായിട്ടും ഇവിടെ KT പറഞ്ഞ പോലെ അത് ഇപ്പോഴത്തെ ഭരണത്തിലില്ലാത്ത ആളുകളാണ്. ഇപ്പോ ആ പള്ളി മഹല്ല് കമ്മിറ്റിയുടെ ചുമതലയുള്ള ആളുകളോട് വിയോജിക്കുന്ന, അല്ലെങ്കിൽ അവര് ശരിയല്ല, അവര് വെച്ച ഖത്തീബ് ശരിയല്ല എന്ന് പറയുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനെ നമ്മൾ ന്യായീകരിക്കല്ല വേണ്ടത്. ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് പുറത്തു വെച്ചാവാം, അതുണ്ടായില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പോലീസ് പള്ളിക്കകത്ത് കയറി എന്നുള്ളത്. പള്ളിക്കകത്തൊക്കെ കയറുന്നതിലൊരു രീതിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനൊക്കെ എത്രയോ തവണ പള്ളിക്കകത്ത് പോയിട്ടുള്ളതാണ്, അവിടെ പോയി സംസാരിച്ച് പ്രസംഗിച്ചിട്ടുള്ള ആളാണ്, അങ്ങനെയൊക്കെ. പക്ഷെ അതിൽ കയറുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അംഗശുദ്ധി വരുത്തി കയറുക എന്ന് പറയുന്നത്. പോലീസ് അങ്ങനെയാണോ കയറിയുള്ളത്? ലാത്തി ചാർജ് ചെയ്യാൻ പോയിരുന്ന പോലീസ് അംഗശുദ്ധി വരുത്തിയിട്ടാണോ അവിടെ കയറിയിട്ടുള്ളത്? അത് നോക്കണമല്ലോ. അതിന് നടപടി എടുത്തു എന്ന് പറയുന്നത്
സ്വാഭാവികമായിട്ടും എന്ത് നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതായത് ആരാധനാലയത്തിനകത്ത് പാലിക്കേണ്ട പോലീസിന്റെ ഒരു കർത്തവ്യം, അതായത് അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ അതിനെ രമ്യമായിട്ട് തീർക്കാനുള്ള ശ്രമം നടത്തുക, അതല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിൽ അതൊരു കലാപത്തിലേക്ക് പോവാതിരിക്കാൻ തങ്ങളുടെ ഭാഗത്തൊരു തെറ്റുണ്ടാവാതിരിക്കാനാണ് നോക്കേണ്ടത്. എന്നിട്ട് അങ്ങനെ കയറിയിട്ടുള്ള പോലീസിനെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. നടപടിയിലേക്ക് പോയിട്ട് സസ്പെൻഷൻ പോലും ഇല്ല. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാന്ന് പറയുന്നത് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ബാധകമായ കാര്യമാണ്. പല പല കാരണങ്ങൾ അത് സ്ഥലം മാറ്റാറുണ്ട്. ഇതൊരു ശിക്ഷാ നടപടിയായിട്ട് പോലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് നേരത്തെ ഉണ്ടായിട്ടില്ലേ എന്നുള്ള ചോദ്യം. അവിടെ കേട്ടി ഉത്തരം പറഞ്ഞു. ഒന്ന് നമ്മൾ നോക്കേണ്ട ഒരു സാമുദായിക പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട്. നമ്മളിപ്പോ ഒന്നാമത് ക്രിസ്ത്യൻ പള്ളി തർക്കം, യാക്കോബായ മലങ്കര തർക്കം, അത് ആ സംഭവത്തില് പുറത്ത് ലാത്തി ചാർജൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ട് പോലും, ഞാൻ വളരെ അടിവരയിട്ട് പറയാണ്, സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഒരു വിഭാഗത്തെ ആ പള്ളിയിൽ പ്രവേശിപ്പിക്കുന്ന തടയണം എന്ന ഉത്തരവുണ്ടായിട്ട് പോലും ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാനാണ് അന്നത്തെ സർക്കാർ ശ്രമിച്ചത്. കാരണം സാമുദായിക പ്രശ്നമാണ്. അവിടെ കോടതി ഉത്തരവുണ്ടെങ്കിൽ പോലും അതിൽ കയറിയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ അത് കൂടുതൽ ഭീകരമായ പ്രശ്നത്തിലേക്ക് പോകും. ഈ ശബരിമല പ്രശ്നം നമുക്ക് അറിയാവുന്നതാണ്. കോടതി ഉത്തരവുണ്ടായി അത് നടപ്പാക്കാൻ നോക്കിയതിന്റെ പേരിൽ എന്തെല്ലാം തരത്തിൽ ആ സർക്കാരിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോവാതിരിക്കാൻ യാക്കോബായ മലങ്കര കാര്യത്തിൽ വളരെ രമ്യമായി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ കോടതി ഉത്തരവുണ്ട്, മാറ്റാം, പോലീസിനെ ബലം പ്രയോഗിച്ച് ആളുകളെ മാറ്റാനുള്ള അധികാരമുണ്ട്, ഒക്കെ ഉണ്ടായിട്ട് പോലും അവിടെയും ഈ സാമുദായിക പ്രശ്നം കത്തിപ്പടരും എന്നുള്ളതുകൊണ്ട് അത് മാറ്റി. നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യം കൂടി, സുന്നി പ്രശ്നങ്ങളുണ്ട്, സുന്നികൾക്കിടയിൽ സുന്നി പള്ളികൾ ഉണ്ടായിരുന്ന തർക്കം, അവിടെയാണ് ഈ ലീഗിന്റെ പ്രശ്നം വരുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന എന്താണ്, ഒരു വിഭാഗത്തെ മാത്രം ഭീകരമായിട്ട് തല്ലിച്ചായ്ച്ചുള്ള എത്രയോ വാർത്തകൾ, ഞാനതൊക്കെ റിപ്പോർട്ടിങ് ഉണ്ടായിരുന്ന കാലമാണ്. ഒരു വിഭാഗത്തിന്റെ പള്ളികൾ തകർക്കുക, ആ ഒരു വിഭാഗം അടിച്ചോടിക്കുക, അവരെ ആക്രമിക്കാവുന്ന രീതിയിലാണ് പോലീസ് പെരുമാറിയിരുന്നത്. അതേ രീതിയിലേക്ക് ഇവിടെ കാര്യം പോകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോ ഇവിടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോലീസ് പോലും ചെയ്യണം. പോലീസ് ഇപ്പം 10 വർഷക്കാലം, ഞാൻ റംഷാദ് പറഞ്ഞ കാര്യത്തോട് വാദത്തിന് യോജിക്കുകയാണ്. 10 വർഷക്കാലം വളരെ മോശമായ രൂപത്തിൽ പ്രവർത്തിച്ച പോലീസ്, ആ പോലീസിനെ ഈ പിന്നീട് അധികാരം മാറിയിട്ട് UDF സർക്കാർ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 10 വർഷം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ സംഘപരിവാർ സേവ ചെയ്യോ എന്തോ ചെയ്ത ആ പോലീസിനെ ആ രീതിയിൽ പ്രവർത്തിപ്പിക്കാതെ ഇരിക്കല്ലേ വേണ്ടത്? അതല്ലല്ലോ നടക്കുന്നത്. ഇപ്പൊ പോലീസിന്റെ പ്രവർത്തനം എന്താണ്? ഓരോ സ്ഥലത്ത് നടക്കുമ്പോഴും പറയും അത് നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരിന്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നതാണ്, അത് സർക്കാർ അതിന്റെ ഹാങ് ഓവർ ആണെന്നൊക്കെ പറയും. ഈ ഹാങ് ഓവർ പറയാനല്ല അധികാരത്തിലിരിക്കുന്ന ആൾ ശ്രമിക്കേണ്ടത്. പോലീസിന്റെ പ്രവർത്തനങ്ങൾ ഒരു ദിവസം കൊണ്ടാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നേരായ വഴിക്ക് നയിക്കേണ്ടേ, അതുണ്ടാവുന്നില്ല. ഇപ്പൊ തിരുവനന്തപുരത്തുണ്ടായ പ്രശ്നം കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഉണ്ടാവുന്നത്? അപ്പോ ഇതൊക്കെ വളരെ ബോധപൂർവമായ രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് സത്യത്തിൽ വളരെ ഗുരുതരമായ, ഇപ്പം സാമുദായിക പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം പിടിച്ചാൽ കിട്ടില്ല. ആ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിന്റെ നേട്ടം കൊയ്യുന്നത് പോലും സ്വാഭാവികമായിട്ടും നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ അത് BJP ആയിരിക്കും, സംഘപരിവാർ ആയിരിക്കും. ശരി. റംഷാദ് നേരത്തെ ഈ തുടക്കത്തിൽ തന്നെ ഞാൻ ലീഗിനെ പറഞ്ഞപ്പോൾ റംഷാദിനെ വല്ലാതെ പൊള്ളുന്നത് ഞങ്ങൾ 3 പേരും കണ്ടതാണ്. പക്ഷേ ഇവിടെ പ്രശ്നം ഈ സജീവൻ ചൂണ്ടിക്കാട്ടിയതുപോലെ നിങ്ങൾ ഈ റംഷാദ് മുതൽ VD സതീശൻ വരെ ഉള്ളവർ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയം വരുമ്പോൾ ഞങ്ങളുടെ പ്രശ്നമല്ല, മുൻ സർക്കാർ 10 വർഷം ചെയ്തു വെച്ചാണ്. അങ്ങനെ ഈ 10 വർഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സർക്കാർ അത് ചെയ്തു വെച്ച് തുടരാനല്ലല്ലോ നിങ്ങളെ തിരഞ്ഞെടുത്തത്. അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയല്ലേ നിങ്ങൾ പോകേണ്ടത്? നിങ്ങൾ നിരന്തരം കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കൽ വഖഫ് വിഷയത്തിൽ അടക്കം. വഖഫിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാട് LDF സർക്കാർ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. നിങ്ങളിവിടെ എന്താണ് തീരുമാനിച്ചത്? കോടതി നിങ്ങൾ എന്താണ് പറഞ്ഞത്? അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താം. ആരുടെ അജണ്ടയാണ്? സംഘപരിവാറിൻ്റെ അജണ്ട. നിങ്ങൾ അതിനു വേണ്ടി എന്തൊക്കെ കള്ളങ്ങൾ പടച്ചുവിടുകയായിരുന്നു. അതിന് പറഞ്ഞ CPM വേദിയിൽ പറഞ്ഞ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നിങ്ങളുടെ ആളുകൾ എന്തൊക്കെയാണ് അപവാദങ്ങൾ പറഞ്ഞു വെച്ചത്? നിങ്ങൾ ഈ പറയുന്നത് വളരെ കൃത്യമായി എന്തിനു വേണ്ടി ഇതാണ് പറയുന്നത് കൃത്യമായി ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിലൊരു സമുദായങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. റംഷാദ്, ഇപ്പോൾ
ഞാൻ അതിലേക്ക് വരാം. അങ്ങ് ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറയാം. പക്ഷെ അതിന് മുൻപ് ഞാൻ ബഹുമാന്യനായിട്ടുള്ള LDF പ്രതിനിധിയോട് 1-2 കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അങ്ങൊരു പുരോഗമന പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണല്ലോ. അങ്ങേപോലെ ഒരാൾ ഇങ്ങനെ ആ വിശ്വാസികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള പിഴവിനെ ഒരു അക്ഷരം കൊണ്ട് പോലും അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അങ്ങയുടെ അടുത്ത ഊഴത്തിലെങ്കിലും അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയെ അങ്ങ് ചൂണ്ടിക്കാണിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത് ഞാൻ പറയട്ടെ, നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള വിശ്വാസ സംരക്ഷണത്തെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഈ ശബരിമലയിൽ സ്വർണ്ണ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരെന്താണ് സാർ? നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ശ്രീ KT കുഞ്ഞിക്കണ്ണൻ സാറിന് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? നിങ്ങളല്ലേ ശബരിമല കൊള്ളയ്ക്ക് സ്വർണ്ണ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത്? അപ്പൊ നിങ്ങൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സീറോ മലബാർ സഭയുടെ കാര്യത്തിൽ നിങ്ങൾ മറ്റേ മതമേലധ്യക്ഷന്മാരെ ലാത്തി ചാർജ് നടത്തിയത് ഇതേ പിണറായി വിജയന്റെ പോലീസല്ലേ? വിഴിഞ്ഞത്ത് നിങ്ങളല്ലേ, പോലീസല്ലേ, നിങ്ങളുടെ പോലീസല്ലേ ലാത്തി ചാർജ് നടത്തിയത്? മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്ത മതമേലധ്യക്ഷന്മാർക്ക് നേരെ ലാത്തി ചാർജ് നടത്തിയത് നിങ്ങളല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ പോലീസ് ഇടപെടും. പിന്നെ ഞാൻ ഒറ്റ കാര്യം കൂടെ സൂചിക്കുകയാണ്, ഇതിനകത്തൊരു ലോജിക്കൽ പ്രശ്നമുണ്ടെന്നേ. കാരണം നിങ്ങളൊക്കെ പറയുന്നത് അതിന് മാത്രമുള്ള സാഹചര്യം ആ പള്ളിയിൽ ഉണ്ടായിരുന്നോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ബൂട്ടിട്ടിട്ട് കയറാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത്, ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുന്നിടത്ത് ക്രൈം നടന്നിട്ടാണോ പോലീസ് ഇടപെടേണ്ടത്? പോലീസ് അവിടെ എത്തുന്ന സമയത്ത് ക്രൈം നടക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. ആളുകൾ തമ്മിൽ, വിശ്വാസികൾ തമ്മിൽ പവിത്രമായ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണെങ്കിൽ പോലും തമ്മിൽ തല്ലുന്നു, തമ്മിൽ ആക്രോശിക്കുന്നു. അവിടെ പോലീസ് ഇടപെടും സാർ, സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ? പിന്നെ അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള മതവിദ്വേഷം വെച്ചിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ കയറിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ വിധേയമാണ്. അവർക്കെതിരെ അന്വേഷണം ഉണ്ടാകും, നടപടി ഉണ്ടാകും. അക്കാര്യത്തിൽ എന്താ തർക്കം? ഇപ്പോ 100 ദിവസം പിന്നിട്ട ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒരേപോലെ സംഘപരിവാറിനും CPM-നും ആക്ഷേപ. എന്താ കാര്യം? ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങളുടെ നേതാവായിരുന്ന IP ബിനുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുന്ന എല്ലാ ശനിയാഴ്ചയും രാവിലെ കണ്ടീഷൻ ബെയിലാ, രാവിലെ ഒപ്പിടാൻ പോകുന്ന ആളെ പ്രശാന്ത് എന്ന് പറയുന്ന CPM-ന്റെ പോലീസ് സേനയുടെ നേതാവായിട്ടുള്ള ഒരാൾ വിളിച്ചു വരുത്തി ഓണസദ്യ കൊടുത്തു. പോലീസുകാർ ഓണാഘോഷത്തിന് ഇടുന്ന അതേ വസ്ത്രം ധരിപ്പിച്ചു, ഊഞ്ഞാലാട്ടിയ കാഴ്ച നമ്മൾ കണ്ടതാ ഇല്ലേ? നമ്മൾ കണ്ടതാ. അതേപോലെ തന്നെ അത്തരത്തിലുള്ള മനോഭാവമുള്ള കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പോലീസിലെ വലിയ വിഭാഗം സംഘപരിവാറിന്റെയും CPM-ന്റെയും ദാസവേല ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അതിന്റെ ഹാങ് ഓവറിലുള്ള ചില ആളുകളൊക്കെ ഇപ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട്. തീർച്ചയായിട്ടും അവർക്ക് മാന്യമായിട്ടും നീതിപൂർവമായിട്ടും ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ സേനയിൽ, ഈ ഡിപ്പാർട്ട്മെന്റിൽ തുടരാം, ഒരു തർക്കവുമില്ല. അത് ഈ ഗവൺമെന്റിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയ അജണ്ടയ്ക്കനുസരിച്ച് നീതിപൂർവമായി പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രം. അല്ലാത്ത പക്ഷം അവരൊന്നും സർവീസിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും മതവിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ ദാസവേല ചെയ്യുന്ന ആളുകൾക്കൊന്നും ഈ ഗവൺമെന്റിന്റെ കാലത്ത് പോലീസിൽ തുടരാൻ സാധിക്കില്ല. അത് അടിവരയിട്ടിട്ട് ഞങ്ങളുടെ റംഷാദ് പറഞ്ഞതിൽ തന്നെ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. റംഷാദ് ആദ്യം പറഞ്ഞത് അതൊരു ക്രമസമാധാന പ്രശ്നമാണ്. അത് ആ ക്രമസമാധാന പ്രശ്നമായതുകൊണ്ട് പോലീസ് ഇടപെടും. പോലീസ് ഇടപെട്ടു എന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെ പറയുകയാണ്, കഴിഞ്ഞ കാലത്തിലുണ്ടായിരുന്ന സംഘപരിവാറിന്റെ അനുകൂലിക്കുന്ന ചില പോലീസുകാരുണ്ട്, അത് അങ്ങനെയാണെങ്കിൽ ഇടും. ശ്രീ KT നേരത്തെ പറഞ്ഞ പോലെ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു പറഞ്ഞു വന്നത്, ഒരു ക്രൈം നടക്കാൻ സാധ്യതയുള്ളിടത്ത് ഇടപെടുക എന്ന് പറയുന്നത് പോലീസിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം. അത് എനിക്ക് മനസ്സിലാകുന്നില്ല റംഷാദെ. ഈ റംഷാദിനെ ഞാൻ കരുതുന്ന വേറൊരു കാര്യമാണ്, ഇത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തെങ്ങാണമായിരുന്നു ഈ പോലീസ് ഇങ്ങനെ കയറിയിരുന്നെങ്കിലുണ്ടല്ലോ, ഈ സുജൂദ് നടക്കുന്ന സ്ഥലത്ത് അവിടെ കയറി നിങ്ങൾ എന്തായിരിക്കും ഇവിടെ കാട്ടിക്കൂട്ടുക എന്നുള്ളത് നമുക്കറിയാം. ഏതായാലും വേട്ടെ ശ്രീ KT, എന്തായാലും KTയോടാണ് ചില ചോദ്യങ്ങൾ റംഷാദ് ചോദിച്ചത്. അത് ശബരിമല കൊള്ളയെക്കുറിച്ച്, അതോടൊപ്പം തന്നെ വീണ്ടും വിഴിഞ്ഞവും അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയിലും മതമേലധ്യക്ഷന്മാർക്കെതിരെ അതൊക്കെ പറഞ്ഞു വിട്ടതാണെങ്കിൽ പോലും ഒന്നുകൂടി താങ്കൾക്കത് പറഞ്ഞു പോകാം ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ. അദ്ദേഹം അതിനൊന്നും മറുപടി പറയാത്തതുകൊണ്ട് അല്ല, അദ്ദേഹം പറയും. അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ എന്താണ് വിഴിഞ്ഞത്ത് നടന്നത്, നമ്മൾ കേട്ടതല്ലേ. അത് വീണ്ടും എന്തിനാണ് ആ ചർച്ചയിലേക്ക് വരുന്നത്? പുരോഗമന പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആൾ തന്നെയാണ്. ശ്രീ KT, അല്ല, റംഷാദിന് മനസ്സിലാകാത്തൊരു കാര്യം, ഈ മാടാക്കര പള്ളിയിൽ നമ്മളത് കോൺക്രീറ്റായിട്ട് തന്നെ അതിൽ നിന്ന് തന്നെ ചർച്ച ചെയ്യാം. മാടാക്കര പള്ളിയിൽ എന്തിനാണ് ഇസ്മായിലിൻ്റെയും അഷ്റഫിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പഴയ കമ്മിറ്റിക്കാർ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്
UDFിൻ്റെ കുറ്റ്യാടി MLA ആയിട്ടുള്ള പാറക്കൽ അബ്ദുള്ളയുടെ പിന്തുണയോടുകൂടി അവിടെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന പുരോഹിതന് അവിടുത്തെ പൗരോഹിത്യ കർമ്മങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്ന് നിരന്തരമായി ഈ ലീഗിൻ്റെ പാറക്കൽ അബ്ദുള്ള വിഭാഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്തിനു വേണ്ടിയാണ്? ഈ മാടക്കര പള്ളി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 1000ഓളം വീടുകളുള്ളൊരു മഹലാണത്. ഓരോ വീട്ടിൽ നിന്നും 100 രൂപയാണ് അവർ പള്ളിക്ക് കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പള്ളിക്ക് കോഴിക്കോട് നഗരത്തിൽ, ഞാനിപ്പോൾ കോഴിക്കോട് നഗരത്തിലെ കൈരളിയുടെ ബ്യൂറോയിൽ ഇരുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ നഗരത്തിൽ കെട്ടിടങ്ങളുണ്ട്, അതിൻ്റെ പ്രതിമാസ വാടകയുണ്ട്, നിരവധി സ്ഥാപനങ്ങളുണ്ട്, മദ്രസകളുണ്ട്, ഇതിൽ നിന്നൊക്കെയുള്ള വരുമാനമുണ്ട്. ഈ വരുമാനം മഹല്ല് കമ്മിറ്റിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ കണക്കും കയ്യുമില്ലാതെ കൈകാര്യം ചെയ്തവരാണ് പഴയ കമ്മിറ്റിക്കാർ. അതുകൊണ്ടാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവരെ പുറത്താക്കിയത്. ഇതേ ആരോപണമാണ് റംഷാദെ നമ്മളെല്ലാം ഒന്നിച്ചു നിന്ന് അയോധ്യയിലെ രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റിനെതിരായിട്ട് ഉന്നയിക്കുന്നത്, നൃപേന്ദ്ര മിശ്രക്കും അതുപോലെ തന്നെ ചമ്പത് റായിക്കുമെതിരായിട്ട് ഉന്നയിക്കുന്നത്. അതിൻ്റെ ഒരു മിനി രൂപമാണ് ഇവിടെ ഈ മാടാക്കരയിൽ നടക്കുന്നത്. മാടാക്കരയിൽ നടക്കുന്നതാണ്, ഞാൻ പറഞ്ഞു നിർത്തട്ടെ, മാടാക്കരയിൽ നടക്കുന്നതാണ്. അപ്പം നമ്മൾ കാണേണ്ടത് വിശ്വാസികളുടെ ഒരാലയമാണ് മുസ്ലിം പള്ളിയായാലും ഹൈന്ദവ ക്ഷേത്രമായാലും ചർച്ചായാലും. ആ ആരാധനാലയങ്ങളിൽ തർക്കങ്ങൾ ഉയർന്നു വരുമ്പോൾ നിയമാനുസൃതമായ വഴികളിലൂടെ അത് പരിഹരിക്കണം. അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? എനിക്കും റംഷാദിനും നമ്മളെപ്പോലുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമുണ്ട്. നമ്മളെയെല്ലാം പ്രതികരിച്ച് അസംബ്ലിയിലും പാർലമെൻറ്റിലും പോയിരിക്കുന്ന മാന്യന്മാരുണ്ടല്ലോ, വടകര MP ഉണ്ടല്ലോ, അവിടുത്തെ MLA ഉണ്ടല്ലോ. ഇവർക്ക് പിറകിൽ ഈ എല്ലാ കുത്തിത്തിരിപ്പുകൾക്കും നേതൃത്വമായി വർത്തിക്കുന്ന പാറക്കൽ അബ്ദുള്ളയുണ്ടല്ലോ. അവർ ഈ കേരളീയ സമൂഹത്തോട് ഉത്തരം പറയണം. പള്ളിയിൽ ബൂട്ടിട്ട് കയറുക, നിസ്കാരപ്പയിൽ ചവിട്ടിക്കുരുട്ടുക, അവിടുത്തെ ആരാധനാ കർമ്മങ്ങളെ തടസ്സപ്പെടുത്തുക, എന്നിട്ട് ചാനലിൽ വന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി CPM ഭരിക്കുന്ന കാലത്ത് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കള്ളം പറയുക. വസ്തുതകളുടെ അടിസ്ഥാനവുമില്ല. കേരളത്തിലെ ഒരു ആരാധനാലയത്തിലും കഴിഞ്ഞ 10 വർഷക്കാലം പോലീസർ കയറിയിട്ടില്ല. റംഷാദെ, താങ്കൾ നുണ പറയരുത് ഇവിടെ. അങ്ങനെ നുണ പറഞ്ഞ് നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ അപരാധത്തെ, വിശ്വാസി സമൂഹത്തോട് നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ മഹാപാതകത്തെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാനാവില്ല. ഇതൊരു തുടക്കമാണ്. കഴിഞ്ഞ 1994 AK ആന്റണി ഭരിക്കുന്ന സമയത്ത്, ഞാൻ പറയട്ടെ, താങ്കൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ റംഷാദെ, അല്പക്ഷമം. 1994 AK ആന്റണി കേരളം ഭരിക്കുന്ന സമയത്താണ് ശിവഗിരിയിൽ കയറി. അവിടെ കൈവല്യാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു, ഇന്ന് ഗുരുദേവന്റെ ജന്മജയന്തിയാണ്, ജയന്തി ദിനമാണിന്ന്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അവിടുത്തെ ബ്രഹ്മവിദ്യാലയത്തെ എന്താണ് RSSന്റെ അജണ്ടയിൽ സിലബസിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. RSS പ്രചാരക്കായിരുന്ന കൈവല്യാനന്ദയെ അവിടെ കടത്തിക്കൊണ്ടുവന്നു. ആ കൈവല്യാനന്ദയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന RSS വൽക്കരണത്തിനെതിരായിട്ട് സ്വാമി ശാശ്വതികാനന്ദ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ സന്യാസിമാരുടെ വികാരത്തിന് നേരെ, സന്യാസിമാരുടെ വിശ്വാസപരമായ അവകാശത്തിന് നേരെ AK ആന്റണി RSSകാരനായ കൈവല്യാനന്ദ സ്വാമിക്ക് വേണ്ടി, ആ കൈവല്യാനന്ദ സ്വാമിക്ക് വേണ്ടി കരുക്കൾ നിൽക്കിയത് ചെങ്കോട്ടുകോണ. റംഷാദ് മറക്കണ്ട, ഇവിടെ ജനൻ TV സ്ഥാപിക്കുന്നതിന് മൂലധന സമാഹരണം നടത്തിയ മാന്യനാണ് ഈ ചെങ്കോട്ടുകോണം സ്വാമി. ആ ചെങ്കോട്ടുകോണം സ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ച് AK ആന്റണിയുടെ പോലീസുകാർ ശിവഗിരിയിൽ നടത്തിയ നരനായാട്ടിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. സന്യാസിമാരെ അടിച്ചു വീഴ്ത്തിയ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ സംബന്ധിച്ച് അന്നത്തെ കേരള കൗമുദിയുടെ പത്രാധിപരായിരുന്ന MS മണി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ ഗ്രാൻഡ് ഡിസൈൻ എന്ന പേരിൽ. RSSന്റെ ഒരു ഗ്രാൻഡ് ഡിസൈൻ ആയിരുന്നു അത്. അവിടെ പിടിച്ചെടുക്കുക, ശിവഗിരി പിടിച്ചെടുക്കുക. അത്തരം താല്പര്യങ്ങൾ UDF ഭരിക്കുമ്പോൾ വ്യത്യസ്ത മതവിശ്വാസി സമൂഹങ്ങൾക്കകത്ത് UDFന്റെ പോലീസിനെ ഉപയോഗിച്ച് കടന്നുകയറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ആ കടന്നുകയറ്റങ്ങളുടെയൊക്കെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത്, വിശ്വാസികൾക്കിടയിൽ തർക്കമുണ്ടായാൽ നിയമാനുസൃതമായ അതിൻ്റെ അനുരഞ്ജന സമവായ സംവിധാനങ്ങളുണ്ട്, അതുവഴി പരിഹരിക്കാൻ ശ്രമിക്കണം. പരിഹരിക്കേണ്ട ആൾ തന്നെ MLA. അയാളെന്താണ്, ഒരു ഊളികാൻ ഗ്രൂപ്പിൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്, ഈ ഇസ്മായിലിൻ്റെ അഷ്റഫിൻ്റെ ആളായിട്ട് നിൽക്കുക. ഈ അഷ്റഫ് ആരാണെന്നറിയോ? റംഷാദ് അവിടെ മാടാക്കര പോയെന്ന് അന്വേഷിക്കുക. ഈ അഷ്റഫ് പാറക്കൽ അബ്ദുള്ളയുടെ ബന്ധുവാണ്. അപ്പോൾ അദ്ദേഹം ഇത്തരം ഒരു വലിയ സാമൂഹ്യ പ്രശ്നം ഉണ്ടാക്കുന്ന 1000ഓളം മതവിശ്വാസികളുള്ളൊരു കുടുംബങ്ങളുടെ ഒരു മഹലിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അത് തടയേണ്ട ആളല്ലേ MLA? അത് തടയാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനില്ലേ?
അദ്ദേഹത്തിന് തന്നെ കുടുംബ ബന്ധുക്കളല്ലേ അവിടെ പഴയ പള്ളി കമ്മിറ്റിയുടെ പേരിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വടകരയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഇപ്പോഴത്തെ മഹൽ കമ്മിറ്റിയുടെ ഭാരവാഹികൾ അത് തുറന്നു പറഞ്ഞല്ലോ, പാറക്കടത്തുള്ളവരുടെ പേര് പറഞ്ഞല്ലോ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സംയമനത്തോടുകൂടി ഒരു നിലപാടെടുക്കുക. പിന്നെ വിശ്വാസികളുടെ തെറ്റുകൾ എന്ന് പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. പാവപ്പെട്ട മാടാക്കര മഹലിലെ മുസ്ലിം മതവിശ്വാസി എന്ത് തെറ്റാണ് മിസ്റ്റർ ചെയ്തത്? താങ്കൾ എന്താണ് പറയുന്നത്? മാടക്കരയിലെ മതവിശ്വാസികൾ, മുസ്ലിം വിശ്വാസികൾ എന്ത് തെറ്റാണ് ചെയ്തത്? അവർ നബിദിനവുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ പോയതാണോ? അവിടെ കുഴപ്പമുണ്ടാക്കിയത് വിശ്വാസികളല്ല, മുസ്ലിം ലീഗിൻ്റെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അപഹരണത്തിൽ പങ്കാളികളായിട്ടുള്ള കുറ്റവാളികളാണ്. കുറ്റവാളികളെ വിശ്വാസികളായി കാണാൻ കഴിയില്ല. RSSകാർ പറയുന്നത് ഞങ്ങൾ വിശ്വാസികളാണ്. നിർഭേന്ദ്ര മിശ്രയും ചമ്പത് റായിയും വിശ്വാസികളാണെന്ന് അവർ പറയുന്നത്. ഞങ്ങൾ അവരെ വിശ്വാസികളായി കാണില്ല. രാഹുൽ ഗാന്ധി അവരെ എന്തായാലും വിശ്വാസികളായി കണ്ടിട്ടില്ല. റംഷാദ് ഓർമ്മിച്ചോ, കോൺഗ്രസിനെ പ്രതികരിച്ചാണല്ലോ ഈ ചർച്ചയിൽ വരുന്നത്. അയോധ്യയിലെ പള്ളി ക്ഷേത്രത്തിൽ നടക്കുന്ന കൊള്ളക്ക് സമാനമായ അതിൻ്റെ ചെറുരൂപങ്ങളാണ്, അതിൻ്റെ മിനിയേച്ചറുകളാണ് ഇവിടെ നടക്കുന്നത്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കും ഇങ്ങനെയൊക്കെ നടന്നു എന്ന പഴയ ഒരു നെറേഷനിൽ നിന്നിട്ട് നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന വിശ്വാസി സമൂഹത്തിനെതിരായി ഒരു മുസ്ലിം ആരാധനാലയത്തിലേക്ക് ബൂട്ടിട്ട കാലുകളുമായി പോലീസുകാരെ പറഞ്ഞയച്ച കുറ്റത്തിന്, ആ അപരാധത്തിന് നിങ്ങൾക്ക് ഒരു മാപ്പും കിട്ടില്ല. കേരളീയ സമൂഹത്തോട്, ജനാധിപത്യ സമൂഹത്തോട് നിങ്ങൾ ഉത്തരം പറയണം. ഞങ്ങളൊക്കെ വിശ്വാസികൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് പ്രവർത്തിക്കുന്നവർ എന്ന ബോധമുണ്ട്. വിശ്വാസത്തെയും അവരുടെ ആരാധനാവകാശങ്ങളെയും അംഗീകരിക്കുക എന്നത് പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ, മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയാണ് ഇന്നത്തെ കാലത്ത്. കാരണം സംഘപരിവാർ ഹിന്ദുത്വം എന്ന വിശ്വാസത്തിനപ്പുറത്ത് മറ്റൊരു വിശ്വാസത്തിനും നമ്മുടെ രാജ്യത്ത് സ്ഥലമോ സമയമോ പ്രവർത്തിക്കാനുള്ള അവസരമോ കൊടുക്കാതെ ആരാധനാലയങ്ങൾ പോലും തള്ളിപ്പൊളിക്കുന്നൊരു കാലമാണ്. ക്രിസ്ത്യാനികളെ കൂട്ടത്തോടെ അടിച്ചോടിക്കുന്നൊരു കാലമാണ്. മണിപ്പൂരിലും ഛത്തീസ്ഗഡിലുമൊക്കെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം അനുഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ വിശ്വാസികളെ വിമർശിക്കുന്നില്ല. താങ്കളുടെ പുരോഗമനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടല്ല എനിക്കുള്ളത്. താങ്കളുടെ പുരോഗമനം എന്താണെന്ന് എനിക്കറിയില്ല. പുരോഗമനം എന്ന് പറഞ്ഞാൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത് വ്യത്യസ്ത വിശ്വാസ സമൂഹങ്ങൾക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ കൂടി ഈ നാട്ടിൽ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിലെ പുരോഗമനം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാൻ കഴിയുക എന്നുള്ളതാണ്. ശരി, ശ്രീ എ സജീവൻ നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വ്യക്തമായി അതിൽ നേരത്തെ KT പറഞ്ഞ ഒത്തിരി കോൺക്രീറ്റായ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അതിൽ ഇസ്മായിലിൻ്റെ അടക്കം റോളിനെ കുറിച്ച്, പാറക്കൽ അബ്ദുള്ള റോളിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി താങ്കൾക്കും അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാകും. അത് ഈ പറയുന്നത് പോലെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ആ 94-ലെ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് ശിവഗിരിയിൽ നടത്തിയ നരനായാട്ട്, പോലീസിൻ്റെ നായാട്ട്, അതിൻ്റെ ഏറ്റവും അവസാനം ഇങ്ങേ തലക്കിലെത്തി നിൽക്കുന്ന മാടാക്കര, അവിടെയൊക്കെ എങ്ങനെയാണ്, അതായത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടെയാണ് സംഘപരിവാർ വിത്തിട്ട് തുടങ്ങിയത്, അതിൻ്റെ ഇങ്ങേ തലയ്ക്കൽ മാടാക്കരയിലെത്തുമ്പോൾ അത് ഇത്തിരി കൂടി വിപുലമായി മാറിയിരിക്കുകയാണ്. അതിന് വളമിട്ട് കൊടുക്കുകയാണ് VD സതീശൻ സർക്കാർ, ലീഗ്. ഇതിലേറ്റവും ഗൗരവമായി എടുത്ത് പരിശോധിക്കേണ്ടത് ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടൊരു അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ? അവിടെ നടത്തുന്നത് ശരിയല്ല, അത് പോലീസ് കയറുന്നത് ശരിയല്ല എന്ന് പറയാൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ടോ? ലീഗിൻ്റെ പ്രശ്നം എന്താണ്? എല്ലാ കാലത്തും അധികാരം തന്നെയാണ്. അതിനവർ തൊപ്പൂരിട്ട് ചേർന്ന് നിന്നാൽ പോലും അവർക്ക് കുഴപ്പമില്ല. ചത്ത കുതിര എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ലീഗിൻ്റെ പ്രശ്നം മുസ്ലിം സമുദായം തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ പ്രശ്നം അധികാരം തന്നെയാണ്. ആ മുസ്ലിം സമുദായമല്ല പ്രശ്നം. അവിടെ ഇനി പള്ളിയിൽ കയറി ബൂട്ടിട്ട് ആരെ ചവിട്ടിയാലും കൊന്നാലും അവർക്ക് പ്രശ്നമില്ല. ലീഗിനെ തിരിച്ചറിയേണ്ടതല്ലേ ഈ കാലഘട്ടത്തിൽ? അല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് താങ്കൾ പറഞ്ഞ പോലെ ലീഗ് നേതാക്കന്മാര് ഇത് വലിയ പ്രശ്നമായിട്ട് എടുക്കുമായിരുന്നു ഭരിക്കുന്നത് LDF ആയിരുന്നുവെങ്കിൽ. ഇത് ഞാൻ അതിനാക്കാണ് ഈ കഴിഞ്ഞ സർക്കാർ, LDF സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. മാടാക്കര സംഭവം ഉണ്ടാവുന്നത് ഈ പിണറായി സർക്കാരിന്റെ കാലത്താണ് എങ്കിൽ, പിണറായി സർക്കാരിന്റെ LDFിൽ ആര് ഭരിച്ചാലും ആ കാലത്താണ് എങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ലീഗ് നേതൃത്വം കൊടുക്കുമായിരുന്നു. ഇവിടെ അങ്ങനെ ഉണ്ടായില്ല. പ്രതികരിച്ച ഓരോരുത്തരും അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം നമുക്കറിയാം. അതിനേക്കാളൊക്കെ അപ്പുറത്ത് നടപടി ഉണ്ടായി, അതോ നടപടി ഉണ്ടായില്ലേ എന്ന രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നടപടി എന്താണ്? ഞാനതാ ചോദിച്ചത്. നടപടി എന്ന് പറഞ്ഞ് ഇത്രയും ഭീകരമായ രൂപത്തിലുള്ള ഒരു കാര്യം നടന്നിട്ട് പോലീസ് ഇവിടെ റംഷാദ് തന്നെ പറഞ്ഞു, അവിടെ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല, ഒരു ക്രിമിനൽ ഒഫൻസ് അവിടെ നടന്നിട്ടില്ല. അത് നടക്കേണ്ടിയിരുന്നോ? പോലീസ് തടയല്ലേ വേണ്ടത്? അവിടെ സ്വാഭാവികമായ തർക്കങ്ങൾ ഉണ്ടാകുന്നതായിരിക്കാം.
ആ സമയത്ത് പോലീസ് ഇത്തരത്തിൽ പോയിട്ട് ലാത്തി ചാർജ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണോ? നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ അക്രമം ഉണ്ടാകുമ്പോഴാണ് പോലീസ് ആക്ട് ചെയ്യുക. അതല്ലെങ്കിൽ അതിന് രമ്യമായിട്ട് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇവിടെ ആക്ട് ചെയ്തു. ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ, ഒരു പ്രകോപനവുമില്ലാതെ, അത് ഇപ്പോഴത്തെ രീതിയിൽ തല്ലിച്ചതക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ലാതെയാണ് പോലീസ് പള്ളിക്കകത്ത് കയറിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത്. എന്നിട്ട് എന്താണ് നടപടി? ആ നടപടി അതാണ് എനിക്ക് മനസ്സിലാവാത്ത നടപടി. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകുമെങ്കിൽ എല്ലാ പോലീസുകാരും ഉണ്ട്. ഒരു ഉത്തരവാദിയായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അയാളെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന രീതിയിലേക്ക് പോകണ്ടേ? സസ്പെൻഷൻ പോലും ഒരു നടപടിയല്ലാന്ന് വെക്കാം. പക്ഷെ ആ രീതിയിലേക്ക് പോകണ്ടേ? ഇവിടെ സ്ഥലം മാറ്റി, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നു. അവർക്ക് വേറൊരു പ്രശ്നമില്ല. അതായത് അവിടെ തന്നെയാണ് എങ്കിൽ അവിടെ പ്രതികരണം കുറെ കൂടി ശക്തമാകുന്നുള്ളതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ സംരക്ഷണം കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ ഈ സമയത്തൊന്നവരെ മാറ്റി നിർത്തുന്നു. ഇനി എന്തെങ്കിലും വേറെ സ്ഥലത്ത് സമയം കഴിഞ്ഞാൽ ഇത് പ്രശ്നങ്ങളൊക്കെ തീർന്ന അവരെ കുറെ കൂടി നല്ല സ്ഥലത്തേക്ക് കൊണ്ട് ഇപ്പോൾ തന്നെ കൊണ്ടുപോയിട്ട് പോലീസ് ആസ്ഥാനത്തേക്കാണ്. പോലീസ് ആസ്ഥാനത്തേക്ക് എന്നാൽ അവർ റിസർവിൽ നിർത്തുക എന്നുള്ള അർത്ഥം. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ ശിവഗിരിയുടെ കാര്യം പറഞ്ഞല്ലേ, ഞാൻ ഓർക്കുന്നു അതിന്റെ ആ സമയത്തുണ്ടായ കാര്യങ്ങൾ. അതിഭീകരമായ രൂപത്തിൽ പോലീസ് അവിടെ ബൂട്ടിട്ട് ചവിട്ടിയാകെ സന്യാസിമാരെ പോലും ചവിട്ടി വീഴ്ത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയോ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന മറ്റേതെങ്കിലും നേതാക്കന്മാരോ മുന്നണിയിലെ ഏതെങ്കിലും നേതാക്കന്മാരോ അതിനെ അപലപിച്ചിട്ടില്ല. അതിൽ രോഷം കൊണ്ടിട്ടാണ് ഇവിടെ KT പറഞ്ഞല്ലോ, MS മണി സാർ എന്റെ ഗുരുവാണ്. മണി സാറ് ഞാൻ തന്നെ എഴുതുമെന്ന് അദ്ദേഹം അന്ന് പ്രകടിപ്പിച്ച ധാർമ്മിക രോഷം എന്റെ കണ്ണിന് മുമ്പിൽ ഇപ്പോഴുമുണ്ട്. ഞാൻ തന്നെ അതിനെക്കുറിച്ച് എഴുതും എന്ന് പറഞ്ഞ അദ്ദേഹം തുടർച്ചയായിട്ട് കേരളമോദി പത്രത്തിൽ എഴുതിയിരുന്നു. ശിവഗിരി കുന്നുകളിലെ കാർമേഘങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നീടാണ് പുസ്തകമായിട്ട് മാറിയത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടും അന്ന് ഇതേപോലെയായിരുന്നു. അതിനെ ഏതാണ്ട് ന്യായീകരിക്കും. പോലീസ് കൂട്ടിട്ടില്ല, പോലീസ് നഗ്നബാധരായിട്ടാണ് പോയതെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ന്യായീകരിച്ച്. ഇപ്പോഴും പോലീസ് ബൂട്ടിട്ടിട്ടാണോ കത്ത് കയറിയത് ഇല്ലയോ എങ്ങനെ ആ കാര്യം ഞങ്ങൾ പരിശോധിക്കും എന്നൊക്കെ പറഞ്ഞ് നീട്ടി മയപ്പെടുത്തി കൊണ്ടുപോകും. കുറച്ച് കഴിയുമ്പോഴേക്ക് ഇത് ഈ നോൺ ഇഷ്യൂ ആയിട്ട് മാറും. ഇതൊരു വസ്തുതയെ അല്ലാതായിട്ട് മാറും. അങ്ങനെ കൊണ്ടുപോയിട്ട് തകർക്കേണ്ട ഒന്നാണോ ഇത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യം വീണ്ടും പറയുന്നു. ഇതിന്റെ നേട്ടം ആർക്കാണ്? ഈ ഒരു സംഭവത്തിലൂടെ നേട്ടം കൊയ്യുന്നത് ഇവിടെ പള്ളികളിൽ മുഴുവൻ തമ്മിൽ തല്ലാണ്, അതാണ് വെട്ടിപ്പാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് നേട്ടം കൊയ്യുന്നത് മുഴുവൻ ഇവിടുത്തെ സംഘപരിവാറായിരിക്കും. അതിനൊരു അവസരം അത് പോലീസുകാരവിടെ പോയിട്ട് ചെയ്യേണ്ടി വന്നു. അത്രയും വഷളായ രീതിയിലാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവർ പോലീസുകാരെ പ്രകീർത്തിക്കും. അപ്പോൾ അങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കേണ്ടതായിരുന്നു പോലീസ് എന്നാണ് നമ്മൾ ഏറ്റവും കൂടി ചിന്തിക്കേണ്ടത്. അങ്ങനെ അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ രീതിയിലാണോ ഭരണരംഗത്തുള്ള നേതാക്കന്മാർ പ്രതികരിക്കേണ്ടത് എന്ന് കൂടി നമ്മൾ നോക്കേണ്ടതാണ്. ഇതിന് ചോദിച്ചത് വളരെ ലളിതമായൊരു ചോദ്യമാണ്. അതായത് നിങ്ങൾ ഈ കഴിഞ്ഞ സർക്കാരിന് ഹാങ് ഓവറുള്ള പോലീസുകാരനായിരുന്നു അവിടെ ഈ അതിക്രമം നടത്തിയതെങ്കിൽ സ്ഥലമാറ്റമായിരുന്നില്ലല്ലോ വേണ്ടിയിരുന്നത്. ഒരാളെങ്കിലും ഒന്ന് സസ്പെൻഡ് ചെയ്യാമായിരുന്നു, സസ്പെൻഡ് ചെയ്തില്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്, ലീഗ് കാട്ടുന്നതെല്ലാം അതിക്രമമാണ്, സതീശനോടൊപ്പം ചേർന്ന് നിന്ന് കാട്ടുന്ന അതിക്രമമാണെന്ന് സമസ്തയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നാസർ കൂടത്തായി അതോടൊപ്പം തന്നെ ഉമർ ഫൈസി മുഖമൊക്കെ വളരെ കൃത്യമായി CPM-ൻ്റെ വേദിയിലെത്തി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെതിരെ ലീഗ് എന്താണ് കാട്ടിക്കൂട്ടെന്നും കേരളം കണ്ടതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച്, ലീഗിനെ സംബന്ധിച്ച് രാഷ്ട്രീയമാണെങ്കിൽ സമസ്തയ്ക്കടക്കത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഇസ്ലാം സമുദായം അങ്ങനെ തന്നെ കാണുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഈ കള്ളത്തരം തിരിച്ചറിയുന്നുണ്ട് എന്നൊരിക്കൽ കൂടി പറയേണ്ടി വരുന്നുണ്ട്. റംഷാദേ. അല്ല ഇവിടെ ബഹുമാന്യനായ LDF-ന്റെ പ്രതിനിധി ബോധപൂർവം ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ പള്ളിയിലെ തർക്കങ്ങൾക്ക് പിന്നിൽ മുസ്ലിം ലീഗും പാറക്കൽ അബ്ദുള്ളയുമാണ് എന്നാണ് അദ്ദേഹം നിരന്തരമായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. അത്തരം ഒരു പ്രസ്താവന അദ്ദേഹത്തെ പോലെ ഒരാൾ നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് നമുക്കറിയാം, മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു ശാഖയോ കമ്മിറ്റിയോ ഒന്നും നേതൃത്വം കൊടുത്ത് അവർ വളരെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഞാൻ പറയുന്നത് ആ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള തർക്കത്തിൽ ഒരു പക്ഷേ മുസ്ലിം ലീഗിലെ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. അതല്ലാതെ മുസ്ലിം ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിയോ ശാഖാ കമ്മിറ്റിയോ ഒക്കെ നേതൃത്വം കൊടുത്ത് മുസ്ലിം ലീഗ് നേതാക്കൾ അറിഞ്ഞുകൊണ്ട് അവിടെ ബോധപൂർവം അവർ പ്രശ്നം സൃഷ്ടിച്ചതാണോ? അല്ലല്ലോ. പക്ഷെ അദ്ദേഹം നിരന്തരമായിട്ട് അങ്ങനെ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് ശരിയല്ല. പിന്നെ ഞാൻ പറഞ്ഞത്,
ഇവിടെ ഇപ്പോൾ വലിയ വായിൽ അദ്ദേഹമൊക്കെ വിശ്വാസ സംരക്ഷണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, നല്ല കാര്യം. കാരണം കോൺഗ്രസും UDF-ഉം എല്ലാ കാലത്തും ഇതൊരു മതേതര രാജ്യമാണെന്നും കേരളം ഒരു മതേതര റിപ്പബ്ലിക് ആ ഒരു സ്വഭാവത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ മതവിശ്വാസികളെയും സംരക്ഷിക്കുന്ന നിലപാട് നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും ഒക്കെ വേണമെന്ന് ഞങ്ങൾ എല്ലാ കാലത്തും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ശബരിമലയിൽ സംരക്ഷണ സമിതിക്ക് നേതൃത്വം കൊടുത്ത് തെരുവിലിറങ്ങി സമരം ചെയ്തത്. അന്ന് പിണറായി സർക്കാരിന്റെയും ശ്രീ KT കുഞ്ഞിക്കണ്ണന്റെ പാർട്ടിയുടെയും നിലപാട് എന്തായിരുന്നു? അപ്പോൾ ഇവർ വിശ്വാസികൾക്കൊപ്പമായിരുന്നു. വിശ്വാസികൾക്ക് വ്രണമേറ്റപ്പോൾ, വേദനയേറ്റപ്പോൾ ഇവരുടെ നിലപാട് എന്തായിരുന്നു? അപ്പൊ അതിന് മറുപടിയില്ല. ബോധപൂർവം അദ്ദേഹം അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇവർക്ക് LDF-നും ശ്രീ KT കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള ആളുകൾക്കുമൊക്കെ ഈ ആഭ്യന്തര വകുപ്പിനോടുള്ള വിയോജിപ്പ് എന്താ? കഴിഞ്ഞ 10 വർഷക്കാലം ഏറ്റവും കൂടുതൽ കേരളത്തിൽ പഴി കേട്ട ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. തർക്കമില്ലല്ലോ. അജിത് കുമാർ പോലെയുള്ള ആളുകൾ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ കഴിഞ്ഞ 100 ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ ചാലക ശക്തിയായി പ്രവർത്തിച്ചിരുന്ന അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നു, DGP ആക്കാതെ വീട്ടിലിരുത്തുന്നു. വട്ടിയൂർക്കാവിൽ സുഗതൻ എന്ന് പറയുന്ന കാപ്പ ചുമത്തപ്പെട്ട BJP നേതാവിനെ വീട്ടിൽ വളഞ്ഞിട്ട് രാത്രി പിടിച്ചു കൊണ്ടുപോയി ജയിലിലാക്കുന്നത് രമേശ് സത്യപ്രതിജ്ഞ ചെയ്യണം. അല്ല റംഷാദ്, ആ സുഗതന്റെ കാര്യം പറഞ്ഞല്ലോ. റംഷാദ് ആ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം ഒരുക്കിക്കെടുത്തുകാരാണ് നിങ്ങളല്ലേ? ആ ധർമ്മരാജൻ എന്ന് പറഞ്ഞ സംഘപരിവാറുകാരന് ജാമ്യം ഒരുക്കി കൊടുത്തത് നിങ്ങളല്ലേ? RSSകാരനെ സർക്കാർ അഭിഭാഷകനാക്കി മാറ്റിയത് നിങ്ങളല്ലേ? PM ശ്രീ കരാറുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത് നിങ്ങളല്ലേ? എന്നിട്ട് വന്നിരുന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കുറ്റം പറഞ്ഞത് എന്തിനാണ്? ഈ 100 വർഷം കൊണ്ട് നിങ്ങൾ ചെയ്തത് സംഘപരിവാർ സേവ തന്നെയാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നുണ്ട്. KT, താങ്കൾക്കെതിരെയാണ് ചോദ്യം ചോദിച്ചത്, മറുപടി പറയാം. അല്ലല്ല, എനിക്ക് ഞാൻ മാത്രം സംസാരിക്കുമ്പോൾ അങ്ങ് ഇങ്ങനെ നിരന്തരമായി അല്ല, താങ്കൾ പറയുമ്പോൾ എനിക്ക് ഇടപെടേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഈ സുഗതന്റെ വിഷയം ലാഘവത്തോട് പറഞ്ഞു എനിക്ക് ഇടപെടണ്ടേ? ചോദിക്കണ്ടേ? സത്യപ്രതിജ്ഞ ചെയ്യാനോ ആയിരുന്നെങ്കിൽ സുഗതനെ വീട്ടിൽ വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം രമേശ് ചെന്നിത്തലയുടെ പോലീസിലില്ലല്ലോ. അത് കൃത്യമായ മെസ്സേജ് ആണെന്നേ. ഒരു സംഘപരിവാറുകാരനും രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംരക്ഷണവും ഈ ആഭ്യന്തര വകുപ്പ് കൊടുക്കില്ല എന്ന അജണ്ടയാണെന്നേ. ഈ ധർമ്മരാജൻ എങ്ങനെയാണ് ജാമ്യം കിട്ടിയത്? അതായത് പോക്സോ കേസ് പ്രതി 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച ധർമ്മരാജൻ സംഘപരിവാർ BJP-കാരൻ. ആ BJP-കാരൻ എങ്ങനെയാണ് ജാമ്യം കിട്ടിയത്? ഈ 10 വർഷത്തിനിടയ്ക്ക് കഴിഞ്ഞ LDF സർക്കാരിന് കിട്ടാതിരുന്നത് എങ്ങനെയാണ് റംഷാദേ? നോക്കാതെ ഈ ആഭ്യന്തര വകുപ്പ് നടപടിയെടുക്കുന്നത് ഒരു തർക്കവും KT, നിങ്ങളോടാണ് ഈ ചോദ്യങ്ങളൊക്കെ. അല്ല, ഇവിടെ ശരി ചോദിച്ചല്ലോ അദ്ദേഹത്തോട്, റംഷാദോട് ചോദിച്ചല്ലോ, എങ്ങനെയാണ് പാലത്തായി കേസിലെ പ്രതിയായിരിക്കുന്ന എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കിയതാണ് ഇവർ, ആ പ്രതിക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടിയത്? അദ്ദേഹം എങ്ങനെയാണ് പുറത്തു വന്നത്? അതിന് സഹായം ചെയ്താരാണ്? നിങ്ങളുടെ ആഭ്യന്തര വകുപ്പാണ്, നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, സംഘപരിവാറുമായിട്ടുള്ള ഡീലാണ്. അദ്ദേഹം ഇവിടെ വിശ്വാസ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾ ശബരിമലയിൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി RSSകാരുടെ കൂടെ ചേർന്ന സമരം ചെയ്തത് മറന്നു പോകണ്ട റംഷാദേ, മറന്നു പോകണ്ട. ഞങ്ങളാരുമല്ല സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി പോയത് BJP-യുടെ തന്നെ മഹിളാ അഭിഭാഷക സംഘമാണ്. സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ടായി. സ്വാഭാവികമായ ഒരു വിധിയുണ്ടായാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണ്? ദേവസ്വം സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ശബരിമല എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ കീഴിലാണ്, സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് അത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നടപ്പാക്കാൻ നിർബന്ധിതമാണ്. പക്ഷെ നിങ്ങളെന്താണ് ചെയ്തത്? RSS കോടതിയിൽ പോയി ഉണ്ടാക്കിയ ഒരു വിധി, ആ വിധി നടപ്പാക്കരുതെന്ന് പറഞ്ഞ് നിങ്ങൾ RSSകാരെ കൂടെ ചേർന്നു. എന്നിട്ട് കേരളത്തിൽ ആർത്തവ ലഹളകൾ ഉണ്ടാക്കാൻ നോക്കി. നെഹ്റുവിയൻ ലെഫ്റ്റാണെന്ന് നെഹ്റു എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഒന്ന് വായിച്ചു നോക്കുകയെങ്കിലും ചെയ്യണം. നെഹ്റു എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്ന് വായിച്ചു നോക്കുകയെങ്കിലും ചെയ്യണം. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്നത് റംഷാദേ, അതൊരു മര്യാദയല്ല. സംസാരിക്കാൻ അവസരം കൊടുക്കൂ. റംഷാദ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കല്ലേ? ഈ ചർച്ചയുടെ ഒരു സ്വാഭാവികതയുണ്ട്. റംഷാദ് അദ്ദേഹം സംസാരിക്കട്ടെ. താങ്കൾ സംസാരിച്ചു, മറ്റു രണ്ടുപേരും ഉണ്ടായിരിക്കുമായിരുന്നില്ലേ? ചർച്ചയുടെ സ്വഭാവത്തിലേക്ക് വരൂ. KT തുടരാം. റംഷാദേ, താങ്കളിപ്പോൾ ഈ ഉത്സാഹം കാണിക്കുന്നത് മാടാക്കര പള്ളിയിൽ കയറി രമേശ് ചെന്നിത്തലയുടെ പോലീസ് കാണിച്ച തോന്നിയാസത്തെ ന്യായീകരിക്കാനല്ലേ? നിങ്ങൾ 10 വർഷക്കാലമായിട്ട് പോലീസ് ഒന്നും ചെയ്തിട്ടില്ല, വലിയ സംഘീയ അജണ്ടയിലാണ് പ്രവർത്തിച്ചത് എന്ന് പറയുമ്പോൾ 10 വർഷം വിട്. നിങ്ങളിപ്പോൾ അധികാരത്തിൽ 100 ദിവസമായല്ലോ. ഈ 100 ദിവസത്തിനകത്ത്
കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടിട്ടില്ലാത്ത ഒരു പള്ളിയിലേക്ക് കയറി, അതും നിസ്കാരപ്പായിൽ ബൂട്ടിട്ട കാലുമായി ചെന്ന് വിശ്വാസികളെ കൈകാര്യം ചെയ്യുന്ന ദൃശ്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, എൻ്റെയും നിങ്ങളുടെയൊക്കെ മുമ്പിലുണ്ടല്ലോ. അതിനാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. കഴിഞ്ഞ 10 വർഷക്കാലം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തി നിങ്ങൾ വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ വന്നല്ലോ. നിങ്ങൾ ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയത്തിൽ കയറി അവിടെ നരനായിട്ട് നടത്താൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത്? പള്ളിക്കകത്തുള്ള പ്രശ്നം വഖഫ് രജിസ്റ്റർ ചെയ്തൊരു പള്ളിയാണ്. പാണക്കാട്ട് റഷീദ് അലി തങ്ങളാണ് അതിൻ്റെ ഉത്തരവാദിയായ ആൾ. അദ്ദേഹത്തിന് കീഴിൽ അദ്ദേഹം ഗാദിയായിട്ടുള്ള പള്ളിയാണിത്. അപ്പോൾ അദ്ദേഹം നോക്കി നടത്തേണ്ട ഒരു പള്ളിക്കകത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു MLA, ഞാനതുകൊണ്ട് മാത്രമാണ് പറയുന്നത്, എനിക്ക് പാറക്കലത്തുള്ള വ്യക്തിപരമായ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ നാട്ടുകാരാണ്. പക്ഷേ പാറക്കലത്തുള്ള മുസ്ലിം ലീഗിൻ്റെ MLA ആണ്. ആ മുസ്ലിം ലീഗിൻ്റെ MLA അവിടെ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കൂടെ നിൽക്കുന്നു. അദ്ദേഹം നിൽക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട മഹല്ല് കമ്മിറ്റിയുടെ കൂടെയല്ലേ? റംഷാദ് ആണെങ്കിൽ ആരുടെ കൂടെ ചെയ്യുക? ആ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായി അവിടെ ആ മഹല്ലിലെ ആളുകൾ ചേർന്ന് തെരഞ്ഞെടുത്ത കമ്മിറ്റിയാണത്. ആ കമ്മിറ്റി നിയമാനുസൃതമല്ല പ്രവർത്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വഖഫിൽ പരാതി കൊടുക്കാമല്ലോ. വഖഫ് ബോർഡ് അതിനെ ട്രിബ്യൂണലിൽ വിളിച്ചത് പരിശോധിക്കുമല്ലോ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പോലീസിനെ അയച്ച് പ്രശ്നം പരിഹരിക്കാൻ. പോലീസ് അവിടെ എത്തുന്നത് എങ്ങനെയാണ്? ഈ അഷറഫും ഈ ഇസ്മായിലും ഒക്കെ ചേർന്ന് അവിടെ ഉണ്ടാക്കിയ കുഴപ്പം. ഇനി ഈ അഷറഫ് എന്ന് പറയുന്ന ആൾ മുസ്ലിം ലീഗിൻ്റെ ശാഖാ പ്രസിഡൻ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റംഷാദ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ഫീൽഡിൽ പോയി പഠിക്കുന്നത് നല്ലതാണ്. അപ്പം നിങ്ങളിപ്പോൾ നടത്തിയിരിക്കുന്ന കേരളം കഴിഞ്ഞ 10 വർഷക്കാലമായി കാണാത്ത UDF ഭരിക്കുന്ന കാലത്ത് എല്ലാ കാലഘട്ടങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾക്കകത്ത് പോലീസ് കയറുക എന്ന് 94-ലെ ശിവഗിരി സംഭവം നിസ്സാരമല്ല. ശിവഗിരിയെ തുടർന്നാണ് RSS ഇന്നത്തെ രീതിയിൽ കേരളത്തിൽ കാല് കുത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്വാധീനം ഉറപ്പിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. AK ആന്റണി ഈ ഭരിക്കുന്ന സമയത്താണ്, AK ആന്റണി ഭരിക്കുന്ന സമയത്ത് AK ആന്റണി പറയാത്ത എന്തെങ്കിലും ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദ ശക്തിയായിട്ട് അർഹതപ്പെടാത്ത കൂടുതൽ കാര്യങ്ങൾ വാങ്ങിക്കുന്നു എന്ന് പ്രസ്താവന നടത്തിയ ആളല്ലേ? മാധ്യമങ്ങളോട് സംസാരിച്ച ആളല്ലേ AK ആന്റണി? മാറാട് പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിൻ്റെ അജണ്ടയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് പരസ്യ പ്രസ്താവന നടത്തിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ AK ആന്റണി? ഇതൊക്കെ റംഷാദിന് അറിയില്ലെങ്കിൽ മാറാടുമായി ബന്ധപ്പെട്ട് NB രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. കോൺഗ്രസിൻ്റെ ചരിത്രം രാജ്യത്തും ഈ കേരളത്തിലും എല്ലാ കാലത്തും RSSൻ്റെ കൂടെ നിന്നവരാണ്. 91-ലെ കോലീബി പരീക്ഷിച്ച പ്രദേശമാണ് വടകര. ആ വടകര മണ്ഡലത്തിൽ വരുന്ന പ്രദേശമാണ് ഈ മാടാക്കര. നിങ്ങൾ RSSൻ്റെ അജണ്ടയിൽ എല്ലാ കാലത്തും കളിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം മാടാക്കര പള്ളിയിൽ ഉണ്ടായിരിക്കുന്നത് കുറ്റവാളികളായ ഒരാരാധനാലയത്തിൻ്റെ ഭരണാധികാരികൾ എന്ന നിലക്ക്, ഭരണസമിതി എന്ന നിലക്ക് നിയമാനുസൃതം പ്രവർത്തിക്കാതെ അവിടുത്തെ കണക്കുകൾ ആ കമ്മിറ്റിക്ക് മുമ്പിൽ വെക്കാൻ തയ്യാറില്ലാതെ ധിക്കാരം കാണിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ താല്പര്യത്തോടൊപ്പം മിസ്റ്റർ പാറക്കൽ അബ്ദുള്ളയും മുസ്ലിം ലീഗും നിന്നു. അതുകൊണ്ടാണ് ഞാൻ ലീഗിനെ വിമർശിക്കുന്നത്. എനിക്ക് ലീഗിനോട് പ്രത്യേകിച്ചൊരു വിദ്വേഷമുള്ള ആളല്ല ഞാൻ. പാറക്കൽ അബ്ദുള്ള വ്യക്തിപരമായ എൻ്റെ സുഹൃത്താണ്. ഞാൻ വിമർശിക്കുന്നത് അദ്ദേഹം ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അദ്ദേഹം തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ കുഴപ്പമുണ്ടാക്കരുത്, നമുക്ക് നിയമാനുസൃതമായ രീതിയിൽ പരിഹരിക്കാം. പള്ളിക്ക് അതിൻ്റെതായ സംവിധാനങ്ങളുണ്ടല്ലോ. പാണക്കാട് റഷീദ് അലി തങ്ങൾ ഗാദിയായിട്ടുള്ള പള്ളിയല്ലേ ഇത്? അദ്ദേഹത്തിന് വന്ന് ഈ കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാമല്ലോ. മറ്റു പല കാര്യത്തിലും പാണക്കാട്ടേക്ക് പോകുന്ന ആളല്ലേ പാറക്കലത്തുള്ള. അദ്ദേഹത്തിന് ഈ പ്രധാനപ്പെട്ട കാര്യം 1000 മുസ്ലിം മതവിശ്വാസികളുടെ ഒരു മഹലാണത്, 1000 കുടുംബങ്ങളുടെ. ആ മഹലിലെ ഒരു പ്രശ്നം സങ്കീർണമാകാതെ ഈ രീതിയിൽ പോലീസ് ഇടപെട്ട് വഷളാക്കുന്നതിലേക്ക് എത്തിക്കാതെ അത് നല്ല രീതിയിൽ അനുരഞ്ജനപരമായി പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയേണ്ടതായിരുന്നു. അത് കഴിയാതെ പോയത് അദ്ദേഹം ഇതിൽ കുറ്റവാളികളായിട്ടുള്ള പക്ഷം പിടിച്ചു എന്നുള്ളതാണ്. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിലവിലുള്ള കമ്മിറ്റിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ഇപ്പോഴത്തെ ഖത്തീബിനെ അവിടെ പൗരോഹിത്യ കർമ്മങ്ങൾ നടത്താൻ അനുവദിക്കില്ല. അങ്ങനെ അദ്ദേഹം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ തടയും. അങ്ങനെ തടയുന്ന ഒരു സംഘർഷാവസ്ഥയിലാണ് പോലീസ് അവിടെ വരുന്ന സാഹചര്യമുണ്ടാക്കിയത്. അതിനെല്ലാം പിറകിൽ ഈ MLAക്കും കേരളം ഭരിക്കുന്ന സർക്കാരിനുമുള്ള ഉത്തരവാദിത്തം വളരെ പ്രധാനമാണ്. മഹലിലെ ഇരുവിഭാഗത്തെയും കുറ്റപ്പെടുത്തി നമുക്ക് പോകാൻ പറ്റില്ല. കാരണം തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ടത് ഒരു നിയമ വ്യവസ്ഥക്കകത്ത് എന്താണ്, നിയമം അനുസരിക്കുന്ന സ്ഥാപനങ്ങളാണ്, ഭരണകൂട സംവിധാനങ്ങളാണ്. ആ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് MLAമാരാണ്, ജനപ്രതിനിധികളാണ്. അത് വടകരയിലുണ്ടായില്ല, മാടക്കരയിലുണ്ടായില്ല. അതിൻ്റെ സ്വാഭാവികമായ ദുരന്തമാണ് പള്ളിയിലേക്ക് ബൂട്ടിട്ട കാലുകളുമായിട്ട് പോലീസുകാർ കയറുന്നതിലേക്ക് എത്തിച്ചത്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്നത് വളരെ മോശപ്പെട്ടൊരു രീതിയാണ്.
ശരി, സമയപരിമിതി കൊണ്ട് ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരും. ഏതായാലും റംഷാദ്, ഇനിയും ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ നിലവിൽ ഇപ്പോൾ എനിക്ക് ഈ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അല്ല, ഇതിനകത്ത് ഈ ചർച്ചയിൽ അല്ല, ഈ ഒരു കാര്യം പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം ഈ ചർച്ച. സി റംഷാദ്, അല്ല റംഷാദ് സമയപരിമിതി, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. റംഷാദ്, അതായത് ഇവിടെ എങ്ങനെയാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിയെ ഇല്ലാതാക്കാനും അവർക്കെതിരായി പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്ന MLA നിലകൊണ്ടത്, റഷീദ് അലി തങ്ങൾ ഒരു പക്ഷം പിടിച്ച അതുതന്നെയായിരുന്നു അവിടെ പ്രശ്നത്തിലാക്കി. ഏതായാലും ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് വരും ദിവസങ്ങളിൽ ഈ വിഷയം വീണ്ടും സജീവമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. പൊളിച്ചെടുക്കപ്പെടുക തന്നെയും കോൺഗ്രസും ലീഗും എടുത്ത നിലപാടുകൾ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത KT കുഞ്ഞിക്കണ്ണൻ, അതോടൊപ്പം തന്നെ റംഷാദ്, A സജീവൻ.